ഈ കഥ ഏട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പറയുന്നത്. ഒരാളുടെ ജീവിതം ഒരുപാട് പലായനങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ചെറുപ്പത്തിൽ വസൂരിയെ നമുക്കൊക്കെ ഭയങ്കര പേടി തന്നെയായിരിക്കും. വസൂരിയുടെ ചെറിയൊരു രൂപമാണ് ചിക്കൻ ബോക്സ്. പക്ഷേ അതുപോലെ തൊട്ടടുത്ത വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പേടിച്ചിരുന്നൊരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. എന്താ പറയുക, കരിനെച്ചിയും അതുപോലെ കരിഞ്ചീരകവും ഇതൊക്കെ വീട്ടിൽ സ്ഥിരം അതൊക്കെ തിളപ്പിച്ച് കുടിക്കുക. അങ്ങനെ ഭയങ്കര ഒരു ഭയന്ന, അതിനേക്കാൾ ഭയങ്കര ഭീകരമായതാണ് വസൂരി എന്ന് പറയുന്ന ജീവൻ പോലും പോകുന്ന, അവയവങ്ങൾ നഷ്ടപ്പെടുന്ന ആ ഒരു രോഗത്തെ ഭയന്ന് പലായനം ചെയ്ത ആളുടെ ജീവിതത്തിലും പിന്നീട് അവിടെ എന്താ പറയുക, ആത്മബന്ധങ്ങൾ വരുന്നുണ്ട്. അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയെ വേണ്ടെന്ന് വെച്ച അമ്മാവൻ ആളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. അവിടെയുള്ള ആളുടെ ജീവിതം പിന്നീട് ഇതിലൂടെ തന്നെ പറയുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥകൾ, രാഷ്ട്രീയ വ്യവസ്ഥകളൊക്കെ വളരെ ഇതായി പറയുന്നുണ്ട്. ഒരു പാർട്ടിയിൽ തന്നെ ഉണ്ടാകുന്ന ചേരിതിരിവ്, അത് വീട്ടിൽ വരുത്തുന്ന സംഘർഷങ്ങൾ, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ ഈ ഒരു നോവലിൽ തിരിഞ്ഞ് കാണാം. പിന്നീട് ഒടുക്കം എന്താ പറയുക, ഞെട്ടറ്റാൽ കടക്കിൽ തന്നെ എന്നൊക്കെ പറയുന്ന പോലെ അവസാനം ആ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ജീവിതം അവിടെ പൂർണ്ണമാവാണ്. പക്ഷെ അതിൽ ഒരു വ്യക്തിയുടെ ജീവിതം എന്താണെന്ന് പൂർണ്ണമായിട്ട് കാണിച്ചിട്ടുള്ള നോവൽ കഥ കേട്ടപ്പോൾ തന്നെ വളരെ നന്നായി തോന്നി ഒരു കഥയാണ്. ഹലോ, വിസ്തരിച്ച് ഈ കഥ നമുക്ക് തുറന്നിട്ട് തന്നിട്ടുണ്ട്. അതിന് കൂടുതൽ പറയേണ്ടതില്ല. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ലേഖനം എഴുതി വിശദീകരിക്കുക ചെയ്തിട്ടുണ്ട്. ലേഖനം എഴുതാനുണ്ടായ പ്രചോദനം എന്ന് പറയുന്നത്, ഇത് മലയാളത്തിൽ ആദ്യം ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ കന്നഡയിൽ പറഞ്ഞ പോലെ കന്നഡയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ, സുധ എന്നുള്ള വാരികയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ 19 ലക്കങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്, അത് അവിടെ ശ്രദ്ധിക്കപ്പെടുകയും അങ്കിത പുസ്തക അത് തിരികെ വീട്ടിലേക്ക് എന്ന പേരിൽ, അതായത് മറളി മനകെ എന്ന പേരിൽ അവിടെ പുസ്തകമാക്കുന്നതല്ല, ആദ്യത്തെ ഒരാഴ്ച ഈ പുസ്തകമാണ് കന്നഡയിലെ ബെസ്റ്റ് സെല്ലറായിട്ട് മാറി. അപ്പം ഇത്രയും ഇതിലൊരു വിവരം വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയത്. തുടക്കം ഗംഭീരമാണ്. കാരണം വെച്ചാൽ നമ്മളെ ആകർഷിച്ച് അടുപ്പിക്കുന്ന ഒരു എന്താ പറയുക, വസൂരിമാല എന്ന പേരുണ്ടെങ്കിലും അതായത് നമ്മൾ ചെന്നുപെടുന്ന എവിടേക്കാണെന്ന് അറിയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിലും നോവലിൻ്റെ തുടക്കം ഈ പ്രകൃതി രമണീയമായ ആ വടക്കൻ പ്രദേശത്തിൻ്റെ ഭംഗിയൊക്കെ ഉള്ള രൂപത്തിലാണ് എഴുതി പോയിട്ടുള്ളത്. ഇതൊരു ആത്മകഥയുടെ സ്വഭാവം ഇതിനുണ്ട് തന്നെ. കഥാനായകന്റെ ആത്മകഥ എന്ന് പറയാം. എഴുത്തുകാരൻ്റെ എല്ലാന്ന് എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആത്മകഥ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കഥാനായകന്റെ ആത്മകഥ എന്ന് പറയാം. പക്ഷെ ആ ആത്മകഥയാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കഥാനായകനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അത് സമൂഹത്തിന് പറ്റുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളെ സങ്കല്പിക്കുക. ഇവിടെ പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ കഥ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പക്ഷേ ഈ കഥാനായകൻ ഒട്ടും പോസിറ്റീവ് അല്ല. ഒരു സമൂഹത്തിന് ചേരുന്ന രീതിയിൽ യാതൊന്നും ഇയാളിൽ നമുക്ക് കിട്ടില്ല. ഒരു സ്വന്തം കാര്യം നോക്കുന്ന, അവനവന്റെ ജീവിതത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയും സമൂഹത്തിൽ സംഭവിക്കുന്നത് ഒക്കെ ഭയത്തോടെ വീക്ഷിക്കേണ്ടി വരും. സമൂഹത്തിൽ നിന്നല്ല, എന്തെങ്കിലും ഒരു ജോലി ആർക്കെങ്കിലും വേണ്ടി ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ എല്ലായിടത്തും ഒരുപക്ഷെ ഉണ്ടാകുന്ന ഈ നോവലിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഈ കഥാനായകന്റെ മനസ്സിലാണ് പകുതി സംഭവിക്കുന്നുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ അതാണ് പ്രേംപ്രസാദ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം. ഇങ്ങനെയൊക്കെ ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവും കോൺഗ്രസിൽ എന്ന് നമുക്ക് പറയാം. അച്ഛൻ എ കെ ആന്റണിയുടെ മകൻ BJP-യിലല്ലേ?
കരുണാകരൻ്റെ മകള് എവിടെ നമുക്കറിയില്ല. അതുപോലെ മകൻ കരുണാകരൻ രണ്ട് ചേരിയിൽ നിന്നിട്ടുള്ള കാലം നമുക്ക് ഓർമ്മയില്ലേ. കോൺഗ്രസ് അങ്ങനെയൊക്കെയാണ്, ഒരേ വീട്ടിൽ തന്നെ രണ്ട് ചേരിയിൽ നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അത്ര പുതിയൊരു സംഗതിയല്ല. എന്നാലും അത് വിശ്വസനീയമാണോ എന്നൊരു ചോദ്യം ചോദിക്കാം. ആകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ പകുതി കാര്യങ്ങൾ കിടക്കുന്ന കഥാനായകന്റെ മനസ്സിലാണെന്നുള്ളതാണ്. ബാക്കി പകുതിയെ സംഭവ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നാൽ ഇത് മനസ്സിലാവും എന്താ സംഗതി. അത് ചെറിയൊരു നമുക്ക് ഇഷ്ടക്കേട് അല്ലെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ചെറിയൊരു സംഗതി വരുമ്പോഴേക്കും അവിടെ നിന്ന് പുറത്തിയാടുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് പോകുന്നത് അങ്ങനെയാ. ഇതൊന്നും എനിക്ക് പറ്റില്ല, എനിക്കൊന്നും പറ്റില്ല, അതാണ് കാര്യം. പ്രണയത്തിന്റെ ഒരു ഘട്ടത്തിലും അതും നമുക്ക് പറ്റുന്ന പണിയല്ല. അതുപോലെ വീട്ടിൽ ആളുകൾക്കൊക്കെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും സഹോദരിക്ക് അസുഖം വരുമ്പോൾ ഒരു സഹോദരൻ ചെയ്യേണ്ട പണി എന്താണ്, അല്ലെങ്കിൽ മകൻ ചെയ്യേണ്ട പണി എന്താണ്? ഒളിച്ചോടലല്ലോ. അപ്പൊ ആ ഒളിച്ചോടുന്നത് മനസ്സിലാക്കുന്ന ഇയാൾ ജീവിതം മുഴുവൻ ഒളിച്ചോടാനുള്ള ആളാണ്. ഇയാൾക്ക് രക്ഷയില്ല, ജീവിതം മുഴുവൻ. അത് തുടക്കത്തിലേ നമുക്കത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇയാൾ സെക്കൻഡ് സ്റ്റേജിൽ ചെല്ലുന്നത് വളരെ എന്താ പറയാ ഗംഭീരമായി അവിടെ വാഴാൻ സാധ്യതയുള്ള അമ്മാവന്റെ വീട്ടിലാണ്. എല്ലാവിധ സൗകര്യങ്ങളോടെ. അമ്മാനെ സംബന്ധിച്ചിടത്തോളം എന്താ സ്ഥിതി? പഴയ ഒരു അവസ്ഥയില്ല. 4 പെൺമക്കളുണ്ട്. അപ്പൊ ഒരു ആന്തരിയെ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടിയാൽ, ഒരു ചുമതലാബോധമുള്ള ഒരാളെ കിട്ടിയാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയുന്നുള്ളതാണ്. അതാണ് അമ്മാവൻ കരുതുന്നത്. അതുകൊണ്ടാണ് വഴക്കില്ലാതെ സ്വീകരിക്കുന്നത്. അപ്പൊ വഴക്കില്ലാതെ സ്വീകരിക്കുന്നതിൽ ഇതില് ഒരു പ്രതീകാത്മകമായിട്ടുള്ള സംഗതി അവിടെ സംഭവിക്കുന്നുണ്ട്. ക്വാറന്റൈൻ എന്നുള്ള വാക്ക് ഇപ്പൊ നമുക്ക് സുപരിചിതമാണ്. ഇപ്പോ ഈ നമ്മുടെ കൊറോണ കാലത്തിന് ശേഷം. പക്ഷെ 2014 ഈ കൃതി ഇറങ്ങുമ്പോൾ ക്വാറന്റൈൻ നമുക്കറിയില്ല എന്താ സംഗതി, പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതിലെ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മസൂരി വന്നിട്ട് അമ്മാവന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ക്വാറന്റൈനിൽ നിർത്തുകയാണ് ഈ മരുമകനെ. ഇതിന് 2-3 അർത്ഥങ്ങൾ കൊടുക്കാം. ഒന്ന്, അസുഖം പകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യക്ഷത്തിലുള്ളത്. മറ്റൊന്നുള്ളത്, ഇവൻ എന്താണ് ജാതി പറഞ്ഞ ഇവൻ എന്താ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പുറത്തു നിർത്തലായി നമുക്ക് സങ്കല്പിക്കാം. 2 അർത്ഥത്തിൽ തന്നെ കാണാം. അപ്പൊ അങ്ങനെ അത് അമ്മാവന്റെ ആ ഒരു നിരീക്ഷണം പക്ഷെ തെറ്റായിരുന്നില്ല എന്ന് പിന്നീട് തെളിയുന്നുണ്ട്. പക്ഷെ ആ നിരീക്ഷണം അങ്ങനെയാണെങ്കിലും അമ്മാവന്റെ അതിസ്നേഹം, സ്വന്തം കുടുംബത്തോടുള്ള അധികമായ സ്നേഹം കൊണ്ട് ഒരാളെ കയ്യിൽ കിട്ടിയ ഒരാളെ വിട്ടു കളയാൻ കഴിയില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന വായനശാലയും പഠനവും ഒരു ഗ്രാമത്തിൽ കിട്ടാവുന്ന മുഴുവൻ സുഖ സൗഭാഗ്യങ്ങളൊക്കെ നായകന് കിട്ടിയാലും അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം പിഴച്ചാൽ പിന്നെ രക്ഷയില്ല. പിഴച്ച ആൾ പിന്നെ ഓട്ടം തന്നെയാണ്, പലായനം തന്നെയാണ്. അപ്പൊ അടിസ്ഥാനമായിട്ട് ഇയാളുടെ സ്വഭാവത്തിന് തകരാറുണ്ട് എന്നുള്ളതാണ്. ഇയാൾ സമൂഹത്തിന് ചേർന്നവരെ തെളിയിക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുന്നത്? വായനശാലയുടെയും എഴുത്തിന്റെയും കളിയുടെയും ഒക്കെ ഒരു മഹാലോകം വിട്ടെറിഞ്ഞിട്ട് അതിന്റെ ഒരു ചെറിയ സൂചന തീവ്രവാദത്തിന്റെയും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നതോടുകൂടിയിട്ട് അവിടുന്ന് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2ാമത്തെ ചാട്ടം ഇങ്ങനെ പകുതി അയാളുടെ മനസ്സിലുള്ള കുഴപ്പങ്ങളും പകുതി ചുറ്റുപാട് കാണുമ്പോൾ ഉണ്ടാകുന്നത്. ഈ 2ഉം കൂടി ആണ് ഇയാളെ 2ാമത്തെ ചാട്ടത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഇതിനേക്കാൾ സുഖകരമായ ജീവിതം കിട്ടുന്നവർക്ക് എന്താണ് സുഖകരമായ ജീവിതം? നേരെ ചെന്നുപെടുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരാളുടെ വീട്ടിൽ അയാളുടെ മകളെ കല്യാണം കഴിച്ചു കിട്ടുന്നു. അയാൾ തന്നെ ഇയാൾക്ക് ജോലി, സൊസൈറ്റിയിൽ ജോലി കൊടുക്കുന്നു. അങ്ങനെ വലിയ സൗകര്യങ്ങൾ ഏത് തരത്തിലും ആ സമൂഹത്തെ അടക്കി ഭരിക്കാവുന്ന, വേണമെങ്കിൽ ഒരു ജനപ്രതിനിധിയാവാൻ കഴിയുന്ന വിധത്തിൽ അത്രയും വലിയ രീതിയിൽ അധികാരം ആ കുടുംബത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് അയാൾ ചെല്ലുന്നത്. അവിടെയാണ് ഈ ഗ്രൂപ്പ് പകുതി ഇയാളുടെ മനസ്സിൽ എന്ന് ധരിച്ചാൽ മതി. അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു. അത് അവിടെ നിൽക്കാൻ കഴിയാത്ത സ്ഥിതി നിൽക്കാൻ കഴിയാത്ത സ്ഥിതി. സ്വന്തം വീട്ടില് അച്ഛനമ്മമാർക്ക് അസുഖം വന്നാൽ നിൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേറെ എവിടെ ചെന്നാലും ഗതി പിടിക്കാതെ പോകുള്ള ഒരു ശാപം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അയാൾ അവിടെ ചെല്ലുമ്പോഴും അയാൾക്ക് ഏറ്റവും വലിയ സൗകര്യങ്ങൾ കിട്ടിയാലും അയാൾ നേരെയാവില്ല. ഗൾഫിൽ പോയ ആളുകളെ സംബന്ധിച്ച് അവിടുന്ന് ഗൾഫിലേക്കാണ് പോകുന്നത്. ഗൾഫിൽ പോയ ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നിരീക്ഷണം എന്താണ്? അവര് അവിടെ നിന്ന് വലിയ ആളുകളുടെ തിരിച്ചു വരും, എന്നിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വീടില്ലാത്തവർ ഇവിടെ വന്ന് ഒരു വീട് പണിയുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സ്ഥാനം ആകെ കൂടി നേടിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നേരെയാവാനുള്ളതെല്ലാം നമുക്ക് ആദ്യ ഭാഗത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട്
ഗൾഫിൽ പോയാലും എഴുന്നേരം യുദ്ധം വരുന്നു, അവിടെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല, ആളുകളൊക്കെ മരിക്കുന്നത് കാണുന്നു. അപ്പൊ പിന്നെ അവിടുന്ന് ഓടിപ്പോരുക. ഇയാൾ എവിടേക്ക് ഓടിച്ചെന്നാലും ഈ എന്താ പറയാ അധോഗതിയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു നിലയ്ക്ക് രക്ഷയില്ല, എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോ അവിടുന്ന് പോയിരുന്നു. അവിടുന്ന് പോരുമ്പോ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ജയരാമൻ അല്ലേ, ജയരാമനെ കാണുന്നുണ്ട്. ജയരാമനെ ഈ ആരാൾക്കറിയും, അതായത് ഒരു പൈങ്കിളി നോവലിൽ നിന്ന് ചാടിപ്പോന്ന കഥാപാത്രമാണ്. അവിടെയും സങ്കല്പത്തിലാണ് കിടക്കുന്നത്. ചാടിപ്പോന്ന കഥാപാത്രത്തിന്റെ ഉപദേശമാണ് പിന്നെ ഇയാൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇയാൾ എവിടെ എത്തിച്ചേരുന്ന ആലോചിച്ച് നോക്കുക. അല്ലാണ്ട് ഒരു സാധാരണ നല്ല മനുഷ്യന്റെ ഉപദേശമല്ലേ കിട്ടുന്നത്. പൈങ്കിളി നോവലിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരു കഥാപാത്രത്തിന്റെ അതിന് ചില കാരണങ്ങളുണ്ട്. ഇതുപോലെ ചില ഹിക്മത്തുകൾ ഉണ്ടായിട്ടാണ് അയാളോട് ചാടിപ്പോരുന്നത്. കുഴപ്പങ്ങളുണ്ടായിട്ട് 2-3 പേര് വഴിവിട്ട ബന്ധങ്ങളുടെ ആളുകളെ ഒന്നിച്ചു കൂടുന്നു. അപ്പൊ തമ്മിലടിക്കാവുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവിടുന്ന് മുങ്ങുന്ന ഒരു കഥാപാത്രമാണ് ഇയാൾക്ക് ഇങ്ങനെ ഉപദേശിയായിട്ട് തീരുന്നത്. അപ്പൊ പിന്നെ ഇയാൾ കൂടുതൽ വഷളാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇയാൾക്ക് കയ്യിലുള്ളത് പോലും എന്തെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഗൾഫിലെത്തിയിട്ടും കുവൈറ്റ് യുദ്ധത്തിന്റെ പേരിൽ അവിടുന്ന് ഇവിടെ പോന്നിട്ടും ഒക്കെ ഇനി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. അവിടെ വെച്ചല്ല ജയരാമനെ കാണുന്നത് ഈ 3ാമത്തെ ഈ എന്താ പറയാ മണ്ഡലം പ്രസിഡന്റിന്റെ എന്നൊക്കെ പറയാവുന്ന അവരുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും ഇയാള് ക്രൂശിക്കപ്പെടുന്നു എന്നാണ് ഇയാളുടെ തോന്നുന്നത്. എല്ലാവരും എന്റെ ജീവിതം താറുമാറാക്കുന്ന വിചാരിക്കുന്നത്. പക്ഷെ ഇയാൾ തന്നെയാണ് ഇയാളുടെ ജീവിതം താറുമാറാക്കുന്നതെന്ന് കൃതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ പ്രശ്നത്തെ നേരിടാൻ കഴിയുന്നത് തിരിച്ചു വരുമ്പോൾ എന്താ സ്ഥിതി? ബോംബേറും തീവെപ്പും ഇതൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് അവരെ രക്ഷിക്കണമെന്നില്ല, അതിന്റെ സുഖ സൗകര്യങ്ങൾ കയ്യാണെന്നുള്ള വിചാരത്തോടെ ചെല്ലുന്നത്. കല്യാണം കഴിച്ച ഭാര്യ എവിടെ ഉണ്ട്, അവർക്ക് അവിടെ ചെന്ന സുഖം കിട്ടും എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അവിടെ കാണുന്ന സ്ഥിതി ഗൗരവതരമായിട്ടുള്ളതാണ് എന്ന് വരുമ്പോൾ അയാൾ അവിടുന്ന് ഓടുന്ന പിന്നിൽ ഓടുന്നു. അത് അമ്മാവന്റെ വീട്ടിലെത്തുന്നു. അവിടെ അതെ ഇയാള് അവിടെ ഒളിച്ചു കഴിയുന്ന ഒരു തീവ്രവാദിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ പേരിലാണ് കലാപം ഉണ്ടാകുന്നത്. ഇയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ഇത്തരം കലായനവാദികൾക്ക് വാസ്തവത്തിലൊന്നും സംഭവിക്കില്ല. അപകടം ഉണ്ടാകുമ്പോഴേക്കും അപ്പൊ അവർ പെടില്ല. ഇവിടെ തീവെപ്പും ഈ കുടുംബം കത്തിക്കലും ഇതൊക്കെ നടക്കുന്നത് ഇയാളുടെ പേരിലാണ്. ഇയാൾ അവിടെ വന്നുപോയി എന്നുള്ളതില്ല. ഒരു അപകടകാരിയായ ഒരാൾ അവിടെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് അവിടെ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പൊ എന്നിട്ടും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളായിട്ട് തീരുകയാണ്. അങ്ങനെ മലയാളത്തിൽ ഒരു കഥാപാത്രം വേറെ ഉണ്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു നോവലിൽ ഇത്ര നെഗറ്റീവായിട്ട് സമൂഹത്തെ കാണുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും എന്താ ഉപദ്രവാര്യം നമുക്ക് തോന്നില്ല വായിച്ചാൽ. ഇതിനെ വേറൊരു ലൈനിൽ വായിച്ചു കഴിഞ്ഞാൽ എന്തൊരു സാധനം തോന്നും. ഇയാള് പാവം എത്ര കഷ്ടപ്പെട്ടു എന്ന് തോന്നും. എനിക്കാ തോന്നലില്ല, ആർക്കെങ്കിലും തോന്നലും ചിലപ്പോൾ അതിനും വായിക്കാം. അയാൾ എത്രമാത്രം ഉപദ്രവിക്കുമ്പോൾ അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നില്ലേ, അയാൾക്ക് അവിടെ നിൽക്കാമായിരുന്നില്ലേ, അമ്മയുടെ അടുത്ത് നിൽക്കാമായിരുന്നില്ലേ എന്ന് അതൊക്കെ അയാൾക്ക് പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഉപദേശിച്ചിരുന്നെങ്കിൽ അയാൾ നേരെയാവുമായിരുന്നില്ല എന്നൊക്കെ തോന്നൽ വരാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഇയാൾ ആരുടെ ഉപദേശത്തിനും വഴങ്ങി നേരെയാവാനുള്ള ഒരാളല്ല. അത്തരം കുറെ ആളുകൾ രാഷ്ട്രീയത്തിലും മതത്തിലും ജാതിചിന്തയിലൊക്കെ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടാണ് ലോകം കീഴ്മേൽ മറിയുന്ന അവസ്ഥ നമുക്ക് പലപ്പോഴും കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവസാനം മറ്റേ സുമേടത്തിൻ്റെ പേര് സംശയം വേണ്ട, സുധി എന്നല്ല, സുമേടത്തിൻ്റെയാണ് പേര് ആ സ്ത്രീയുടെ പേര്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിൽ അമ്മാവൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടേഴ്സിനൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ പോയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അമ്മാവൻ ഈ ഭയങ്കര ദേഷ്യമുണ്ട് ഒരു ഒഴിവാക്കിയതിൽ അമ്മാവൻ പക്ഷെ വളരെ ഹൃദയവിശാരതയുള്ള ഒരാളാണ്. ഈ മുഴുവൻ സ്വത്തിൻ്റെ പകുതി സ്വത്ത് ഈ എൻ്റെ അമ്മയുടെ പേരിൽ പെങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് 6 ഭാഗം പിന്നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു ഭാഗം ഇവരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും വളരെ നല്ല ഇതൊക്കെ ഉണ്ടായിട്ട് അച്ഛൻ വളരെ സ്നേഹത്തോടെ പെരുമാറും. അപ്പം അത്തരം കൂടി നോക്കാം. അതായത് ഇതില് ഈ നമ്മളിതിന്റെ ആദ്യ ഭാഗം ഗംഭീരമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ഭാഷാ പ്രയോഗത്തിന്റെ വളരെ നല്ല ഉദാഹരണങ്ങളുണ്ട്. അതിലൊരെണ്ണം നിങ്ങൾക്ക് വായിക്കാം. മേഘം നടക്ക്, ടിക്കറ്റ് മന്തായി പോകും. ടിക്കറ്റ് മന്തായാൽ നൂദ്രയിൽ കാണൂല, നൂദ്രയിൽ കാണാഞ്ഞാൽ നക്രൂനെ കാണൂല. ഇങ്ങനെ
ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഗംഭീര ആ ഒരു അതിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇതിനകത്ത് ഞാൻ ഈ വസൂരിയുടെ ഗുരുതരമായിട്ടുള്ള ഭീകരത അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊന്നും അന്ന് കേൾക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ ചിലപ്പോൾ അതിശയോക്തിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മ ഇതുപോലെ അച്ചാച്ചൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ പഴയ കാലങ്ങൾ പറയാറുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഒരു വസ്തുരി വന്നിട്ട് അവരുടെ 3 മക്കൾ ഭർത്താവും മരിച്ചുപോയി. അവരെയും ഇതുപോലെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. കള്ളു കുടിച്ചിട്ടുള്ള ആൾക്കാരാണ് അന്ന് കൊണ്ടുപോകുള്ളൂ. കുറേ മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകുന്ന അവർക്ക് എന്തോ ലക്ഷണം ഇതുപോലെ കുടിച്ചിടാൻ കൊണ്ടുപോകുമ്പോൾ എന്തോ ലക്ഷണം തോന്നിയിട്ട് മരിച്ചിട്ടില്ലാൻ തോന്നിയിട്ട് ഇങ്ങനെ ഈ വാഴൻ്റെ മുമ്പെടുത്ത് മൂക്കിലിട്ടിട്ട് ഇങ്ങനെ കളി ശ്വാസം വരാനായിട്ട് അങ്ങനെ ചെയ്തു. എനിക്കതിന് ഇതൊന്നും അറിയില്ല കിട്ടിയിട്ട് അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളാണ്. ആ ജീവിതത്തെയും മക്കളെയും കുറിച്ച് ഓർത്ത് പറഞ്ഞ് എപ്പോഴും കരയാറുണ്ട് എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വസൂരി എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അപ്പോഴൊക്കെ പറയുമ്പോൾ അത് അത്ര ബോധ്യപ്പെട്ടില്ലെങ്കിലും കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഈ അതുപോലുള്ളൊരു മഹാമാരിയൊന്നും വരില്ല, ശാസ്ത്രം മൊത്തമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതല്ലേ എന്ന് കരുതിയിട്ട് ഇരിക്കുന്ന ഒരു കാലത്താണ് കോവിഡ് വരുന്നത്. നമ്മളെല്ലാവരും അതിൻ്റെ ഭീകരത അനുഭവിക്കുന്നത്. ഞാൻ വലിയ രീതിയിൽ കോവിഡിൻ്റെ ഭാഗമായിട്ടുള്ള ട്രോമയിൽ പെട്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൻ്റെ പക്വത തന്നെയാണ് എനിക്ക് തുടങ്ങുന്നതല്ല കഥ. അപ്പോൾ ഇന്നത്തെ പറഞ്ഞതുപോലെ എനിക്ക് പ്രസാദ് മാഷ് പറഞ്ഞപ്പോഴും ബോധ്യപ്പെട്ടു. പിന്നെ കഥ ഞാൻ വായിക്കാത്തത് കൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം, ഒരു എസ്കേപ്പിസമാണ്, അതൊരു ബേസിക് ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് എന്നുള്ള, അതും ഒരു സേഫ് സോണിലാണ് ഇത് എസ്കേപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ഇയാൾ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അച്ഛനും അമ്മയും എല്ലാവർക്കും വരുമ്പോൾ അമ്മയും അച്ഛനും ഞങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇയാൾ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു സംഗതിയാണ് ഇതിൽ പറയുന്നത്. എല്ലായിടത്തും പോലും ഒരു പ്രണയത്തിന് പോലും അയാൾക്ക് ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിൽ പോലും സത്യസന്ധത പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും ഇയാൾ ഇത്തരത്തിലുള്ള അവസരവാദപരമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഒരു സംഗതിയാണ്. എപ്പോഴും സേഫ് സോണിൽ നിൽക്കാനാണ് ആൾക്കാർ ശ്രമിക്കാറ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഞാൻ ഡിസ്ട്രിക്റ്റ് എടുത്ത് വായിക്കുന്ന എൻ്റെ അവസാനത്തിൽ ആ ഒരു സംഗതി, അതിൻ്റെ എല്ലാ അർത്ഥവും ഇതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കി വരുന്ന ഒരു സെൻറ്റൻസാണ്. കാപ്പിയിലെ വസൂരി കലകളെ അയാൾ അകത്താക്കി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. തന്നെ അത്രയും റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടുള്ളത് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത്രയും എനിക്ക് പറയുള്ളൂ. വായിക്കാനും എനിക്ക് പറയാം. നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനെ പഠിച്ചതിലും പള്ളിയൊക്കെ നോവലിസ്റ്റ് സ്വാഗതം പറയുകയാണ്. അതിൻ്റെയൊക്കെ ഉണ്ടല്ലോ നോവലിസ്റ്റിന് സ്വാഗതം പറയുക കൂടി ചെയ്യണം. വസൂരിമാല എന്നാണ് കഥയുടെ പേര്. പക്ഷെ സംസാരിച്ച പോലെ പല ഇനങ്ങൾ എന്നായിരിക്കും ഇന്ന് സംസാരിച്ചത്. പക്ഷെ ഇതിലെ തുടക്കവും ഒടുക്കവും ഒരാളെ എങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തി ആ ചിന്തയെ മറികടക്കുന്നു എന്നുള്ള രീതിയിൽ ഈ പേര് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും ഒരാളുടെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ എന്നുള്ള രീതിയിൽ ഞാനിതിനെ വായിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഓക്കെ, ഒരു തികച്ചും ഒരു എന്താ പറയുക ഗ്രാമാന്തരീക്ഷത്തിനെ വരച്ചിടാൻ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഗ്രാമത്തിൻ്റെതായുള്ള ഗ്രാമത്തിൻ്റെതായുള്ള എല്ലാ ഭംഗിനെയും വരച്ചിട്ടിട്ടുണ്ട്. ദൈവസങ്കല്പം, തെയ്യം, അവരുടെ നാടിനെ വരച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധയിൽ
കൃതിയിൽ എഴുതിയെന്നാണ് എനിക്ക് ഞാൻ വായന ഇവിടെ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഈ കഥ ഷീമ ടീച്ചർ വിശദീകരിച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇത് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല, പുസ്തകവും ഇല്ല എന്നതുകൊണ്ടാണ്. പക്ഷെ അതേ സന്തോഷമുണ്ട് ഇങ്ങനൊരു കഥനെ പറ്റിയിട്ട് കേൾക്കാനും ചർച്ചയിൽ പങ്കെടുക്കാനും പറ്റിയതിൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് ഇപ്പോൾ അതിനെ വിശദീകരിച്ച് പറഞ്ഞ് എന്താ പറയുക, നമുക്ക് കേൾപ്പിക്കാൻ തോന്നുന്ന വിധത്തിൽ തന്നെ അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു. അപ്പോൾ ഇതിലെ രാഷ്ട്രീയം, മതം എല്ലാ രീതിയിലും ഇതിനെ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒളിച്ചോട്ടങ്ങൾ എല്ലാ മനുഷ്യരിലും എനിക്ക് പറ്റില്ല. അത് എനിക്ക് പ്രശ്നമാണ്. ഇപ്പം എന്നോട് തന്നെ ഒരു സഭയിൽ നിൽക്കാൻ പറഞ്ഞാൽ എനിക്ക് ഞാനോ എന്നുള്ളൊരു തോന്നൽ, ഒരു ഒളിച്ചോട്ടം ഉള്ളിലുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ പ്രണയത്തിനോടുള്ള പ്രണയിനിയെ എങ്ങനെ സമീപിക്കണം എന്ന് പോലും അറിയാത്ത, ഇപ്പം ഞാൻ ശ്രദ്ധിച്ചതിൽ ഇതിലെ കഥാപാത്രത്തിന് പേരില്ലേ, ഈ നോവൽ കഥാപാത്രത്തിന് പേരില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ വായിക്കുമ്പോൾ അത് ഞാനല്ലേ എന്ന് തോന്നുന്ന വിധത്തിൽ നമുക്കൊരു ചിന്ത വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആ പ്രായത്തിലുള്ള ആൾക്കാർ, പയ്യന്മാർ, പോലെയൊക്കെയുള്ള ചെറിയ മക്കൾ, അവർ എങ്ങനെ ജീവിതത്തിനോട് സമീപിക്കണമെന്ന് അറിയില്ല. അപ്പോൾ വസൂരി വീട്ടിൽ വരുന്ന, 4 പുറത്തും വരുന്ന വീട്ടിലെത്തുമ്പോൾ അച്ഛനും പിടിപെട്ടു എന്ന് പറയുമ്പോൾ അടുത്തേ ഞാനാണ് എന്നുള്ള പേടി വരുമ്പോൾ ആ പ്രായത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൗന്ദര്യ സങ്കല്പം തന്നെയാണ്. അപ്പോൾ ഞാൻ വിരൂപൻ ആയി പോകുമോ എന്നുള്ള രീതിയിലുള്ളൊരു ഇറങ്ങിപ്പോക്കാണ് അവിടെ നിന്ന് നടക്കുന്നത്. മാറി തിരിച്ചു വരാം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വസൂരി വന്നാൽ ഞാനും ഒന്ന് വഹിക്കും. പിന്നെ ആ വീട്ടിലുള്ള ചുറ്റുപാടിനോട് ഇണങ്ങിയിട്ട് നമ്മൾ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭീകരത അന്നത്തെ കാലത്ത് വസൂരി എന്ന് പറഞ്ഞാൽ വേറെ രക്ഷയില്ല. ഞാൻ കേട്ടിട്ട് മറപ്പൊരു കെട്ടി മാറ്റി കിടക്കാം, വെള്ളം കൊടുക്കാൻ പോലും ആളുണ്ടാവില്ല, അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ അമ്മാവൻ എന്ന് പറഞ്ഞ ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മാവ കൈയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ബോധം അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്തപ്പെടുന്നു. അവിടെ എന്താ പറയുക, മാനസികമായിട്ട് അവരടുത്ത് കൊണ്ടുവന്ന് ആ പ്രണയത്തിനെ പോലും അവർക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അമ്മാവനെ ആഗ്രഹിച്ചിരുന്നിരിക്കാം. അവിടെ അവന് സ്ഥാനമുണ്ടല്ലോ, അങ്ങനെ ഒരു 4 മക്കളില്ല. അപ്പോൾ അതും കൂടി ഉപദേശിച്ചിട്ടാവാം. ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ പോലെ സ്വത്തിൻ്റെ കാര്യത്തിൽ വരെ അവനും ഒരു ഭാഗം വെച്ചിട്ടുണ്ടാവാം അല്ലേ? ആണോ? അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിനെ പറ്റി അധികം സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ കേട്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിന് നോവലിസ്റ്റ് വരച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള കാലം കടന്നാണ് നമ്മളിവിടെ വരെ എത്തിയത് എന്ന് നമുക്ക് വായിക്കാനും പഠിക്കാനും ഒരവസരം എന്നുള്ള രീതിയിൽ നോവലിനെ വിശദമായ രീതിയിൽ വായിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എവിടെ നിന്ന് ഇവിടെ എത്തി, ഇനി ഇവിടുത്തെ ഇങ്ങോട്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് നോവൽ തരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാലങ്ങളും കഴിഞ്ഞു ശരിയായ രീതിയിലുള്ള പ്രണയം പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന ആളുടെ മനസ്സിൽ തിങ്ങലുണ്ട്. എവിടെ ചെന്നാലും ഈ പറഞ്ഞ പോലെ സംസാരിച്ച പോലെ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് അവന് ഇങ്ങനൊരു അവസ്ഥയിൽ ഞങ്ങൾ ഇത് പോയല്ലോ എന്നുള്ളൊരു സങ്കടം ഒരു അമ്മയുടെ അച്ഛൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു തപിക്കൽ, അതൊരു ശാപം പോലെ അദ്ദേഹത്തിനെ പിന്തുടർന്നിട്ടുണ്ടാവാം. നമ്മളുടെ ആ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അദ്ദേഹത്തിന് ഒടുവിലേറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് അവൻ്റെ വീട് അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെവിടെയൊക്കെ എങ്ങനെ ഓടിക്കടിച്ച് പോയാലും നമ്മളെ വീട്ടിലേക്ക് അത്രയും എതപ്പോടുകൂടി എത്തുമ്പോൾ സ്വീകരിക്കാൻ അവിടെ നമ്മളെ അമ്മയും അച്ഛനുള്ളിടത്തോളം കാലം നമുക്കവിടെ സ്ഥലം ഉണ്ടായിരിക്കും എന്നുള്ളൊരു സന്ദേശം എനിക്കതിൽ എടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ എന്തിൽ നിന്നാണോ അയാൾ ഇറങ്ങിപ്പോയത് അതിനെ അകത്താക്കി എന്നാണ് പറയുന്നത്. അതെന്നുവെച്ചാൽ ഇനി അദ്ദേഹം ഒരിക്കലും
ഒരു ഇറങ്ങിപ്പോക്ക് നടക്കില്ല. കാരണം അതിന് അത്രയും ഒളിച്ചോടിയ ഒരാൾ ഇനി അത് ഓർമ്മ വന്നിട്ടും അതിനെ കഴിച്ചു എന്ന് പറയുമ്പോൾ ഇനി എന്തിനേയും തരണം ചെയ്യാനുള്ള മനോബലം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ അവസാനമായതിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും. എല്ലാവിധ ആശംസകളും സന്തോഷവും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആഷിഖ് മുഹമ്മദ്. ഞാനും ചെറിയൊരു നോവലിസ്റ്റാണ്. പ്രഭാകരൻ സാറിന് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. കസ്തൂരിമാല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകം വിശദമായിട്ട് മറ്റൊരു പ്രസാദ് സാർ നമ്മളോട് കഥ തന്നെ കുട്ടികളോട് കഥ പറയുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൽ മനുഷ്യ സഹജമായ സ്വഭാവമാണ് കാണിക്കുന്നത്. പാരായണം നമ്മൾ പൊതുവെ നമ്മളെല്ലാവരും അഭയാർത്ഥികളാണ്. ഇപ്പോൾ നമ്മളൊരു സ്ത്രീ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൾ പറയെ തന്നെ അവിടെ പോവേണ്ടവളാണ്, ഈ വീടിൻ്റെ സ്വത്തല്ല എന്നാണ് പറയാറ്. അപ്പോൾ സ്ത്രീകളാണ് സാധാരണ അഭയാർത്ഥികൾ എന്ന് പറയാറ്. ആദ്യം കല്യാണം കഴിച്ച് പോകുന്ന ഇടം, പിന്നെ ഭർത്താവ് എവിടെയാണോ, മക്കൾ എവിടെയാണ്, അവിടെയാണ്. നമുക്ക് സ്വന്തമായൊരു ഇടമില്ല. അതേപോലെയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പേടി, മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു പേടി. ആദ്യമായിട്ട് ഒരു കസ്തൂരിമാല എന്ന് പറയുന്ന ഈ കഥയുടെ പേര് തന്നെ കസ്തൂരിയെ പേടിച്ചു കൊടുത്തതാണ്. ആദ്യം വീട്ടിൽ കസ്തൂരി വരുന്നത് കണ്ട് പേടിച്ചു കൊടുത്ത ഒരു കഥാപാത്രമായാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ കഥാകൃത്ത് തന്നെയാണ് അനുവാചകനോട് സംസാരിക്കുന്നത്. പേരില്ല. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കസ്തൂരിയെ പേടിക്കരുത്, പേടിച്ച നമുക്ക് വരും. അതേപോലെയാണ്. അപ്പോൾ നമ്മൾ ഒന്നിനെയും പേടിക്കരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളെല്ലാത്തിനെയും തരണം ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം സുഗമമായി മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അതും ഈ കഥ നമുക്ക് ബോധിപ്പിച്ചു തരുന്നുണ്ട്. ജീവിതം തേടിപ്പോകുന്നതാണ്. ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ലെന്ന് അറിയുമ്പോൾ അതിനോട് പൊരുതാതെ മറ്റുള്ളവരിടം നല്ലതാണെന്ന് കരുതിയിട്ടാണ് ഈ പാലായനം സംഭവിക്കുന്നത്. പക്ഷെ അവസാനം പാലായനം ചെയ്ത് അതായത് മനുഷ്യൻ മണ്ണോട് ചേരുമ്പോൾ നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടേക്ക് തന്നെ പോവും എന്ന ഒരു സിംബോൾ ഇതിൽ പറയുന്നുണ്ട്. അത് പ്രതീകാത്മകമായാണ് കഥ കൊണ്ടുപോകുന്നത്. അതിൽ രാഷ്ട്രീയം വരുന്നുണ്ട്, മനുഷ്യൻ്റെ പ്രണയം വരുന്നുണ്ട്. അതായത് എൻ്റെ ഗ്രാമത്തെ, ഞാൻ മനോഹരമായ ഗ്രാമത്തെയും ഞാൻ ആദ്യമായി പ്രണയിച്ച പെൺകുട്ടിയെയും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഗ്രാമം വിട്ടു പോകുന്നതെന്ന് ആദ്യത്തെ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ഓരോ പേടി കൊണ്ടാണ് ആ ഇഷ്ടം അവിടെ വിട്ടുകൊണ്ട് ഈ കഥാകൃത്ത് പാരായണം ചെയ്യുന്നത്. അവസാനം എവിടേക്ക് തന്നെ വരുന്നു? ജനിച്ച് മണ്ണിലേക്കും വീട്ടിലേക്കും തന്നെ തിരിച്ചു വരുന്നു. അത് ഓരോ മനുഷ്യനും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എവിടെ പോയാലും അവസാനം നമ്മളുടെ ഇടം, നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടെ തന്നെയാണ്. മനസ്സുകൊണ്ടെങ്കിലും അവിടെ തന്നെ നമ്മൾ എത്തിപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഞങ്ങളുടെ കഥയുടെ ഏതാണ്ട് സമഗ്രമായി നോക്കുന്ന എഴുത്തിലും അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ വായിച്ചതാണ്. പക്ഷെ വായനയ്ക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ആഴത്തുള്ള വായന, കലത്തിലുള്ള വായന. ആഴത്തുള്ള വായന ആർക്കില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഒരു വായനയും നമ്മുടെ മനസ്സിൽ കയറുന്ന, മനസ്സിൽ ആക്കപ്പെടുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഭാഷയാണ്. ആ ഭാഷയുടെ ഒരു നാടൻ രൂപം ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഒരുപക്ഷെ തൃശ്ശൂർക്കാർക്ക് വലിയ പരിചയമില്ലാത്തൊരു പൂവിനെ പറ്റിയിട്ട് അതിരാണിപ്പൂവ് എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാടിൻ്റെ അതിരാണിപ്പാടം നമുക്ക് പരിചിതമാണ്.
പക്ഷേ ഈ അതിരാണി പൂവ് എന്ന് പറഞ്ഞ ഓരോരുത്തർ പറയുമായിരിക്കും ഏതാ ആ പൂവ് ഏതാണെന്ന് അറിയാനുള്ള താല്പര്യം കൂടി ഉണ്ട്. മറ്റൊന്ന്, ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ മനഃശാസ്ത്രപരമായിട്ടൊക്കെ അതിനെ വിലയിരുത്തുമ്പോൾ വളരെ ആകർഷകമാണ്. ഈ അച്ഛൻ മരം അറുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തിലാണ് എൻ്റെ താളഭംഗം എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്. കാരണം നമ്മളത് ഈ കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ചില ഇമ്പാക്റ്റുകൾ നമ്മുടെ തുറന്നുള്ള ജീവിതത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അച്ഛൻ്റെ ശബ്ദം, അച്ഛൻ അലവുന്ന ശബ്ദം കാരണം മാനസിക രോഗം ബാധിച്ച ഒരാളെ ചികിത്സിക്കാനുള്ളതെന്നുള്ളതാണ്. ഈ സൈക്കോളജി പഠിക്കുകയും അത് പ്രയോഗിക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിലാണ് ഈ കുഞ്ഞുനാളിലുള്ള ചില അനുഭവങ്ങളുടെ ഇമ്പാക്റ്റുകൾ മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിലോ വ്യക്തിത്വത്തിലോ ഒക്കെ സ്വാധീനം ചെലുത്തുന്നതിന് നല്ല ബോധ്യം വന്ന ഒരവസ്ഥ. ഇവിടെ വെളിച്ചത്തിനെയും അതുപോലെ തന്നെ തോക്കിനെ ഭയപ്പെടുക, തോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്ന ചില സന്ദർഭം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായ സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് മറിച്ചൊന്ന് പ്രതീക്ഷിക്കാൻ വയ്യ എന്നുള്ളതാണ് എനിക്ക് ആ നോവലിലൂടെ ഉടനീളം പോയപ്പോൾ തോന്നിയൊരു കാര്യം. കാരണം സൈക്കോളജി ഓഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കോളജിയിലുണ്ട്. അതായത് പലായനത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അതിൽ ഒരു പ്രത്യേക സൂചന തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റിയാണ് മൈഗ്രേഷൻ കാരണം. എനിക്കൊരു കൂട്ടുകാരനായിരുന്നു SSLC വരെ ഒരുമിച്ച് പഠിച്ചു. ഇയാൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇയാൾ കാണുന്നുണ്ടാവും. സ്കൂളിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം. ഞാൻ കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എവിടെയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പോയ സ്ഥലം അന്നത്തെ നമുക്കൊക്കെ അങ്ങനെ പോകാൻ ആഗ്രഹം തോന്നിയിരുന്നില്ല. കാരണം അത്രയും രസകരമായിട്ട് കൂടി അവിടെ ആ പോയ സ്ഥലമൊക്കെ വിവരിക്കും. അങ്ങനെ വിവരിച്ച അവസാനം എന്ത് തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു സുഖമില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ആൻസൈറ്റി സ്ട്രെസ്സും മൈഗ്രേഷൻ്റെ ഒരു വലിയ കാരണമാണ്. അപ്പോൾ നമ്മൾ പ്രവാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലായനം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളത് യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയാസം, അതിന് കാരണം ഭയം തന്നെയാണ്. ആ ഭയത്തിൻ്റെ ആദ്യ രൂപമായിട്ടാണ് ഈ വസൂരി ബാധയെ സൂചിപ്പിക്കുന്നത്. വസൂരിമാല എന്ന് ആദ്യം ഞാൻ കേട്ടത് വിചാരിച്ച് ഈ വസൂരിമാല നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിനകത്തൊരു വസൂരിമാല പ്രതിഷ്ഠയുണ്ട്. ആ വസൂരിമാല പ്രതിഷ്ഠയുടെ പിന്നിലുള്ള ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസൂരി എന്ന് പറയുന്നത് ഭഗവതിയുടെ അല്ലെങ്കിൽ ദേവിയുടെ വിളയാട്ടമായ ഹിസ്റ്റോറിയലായിട്ട് ചിത്രീകരിച്ചിരുന്ന കേരളീയ വിശ്വാസം. അപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത് ഇത്തരം വിശ്വാസം അന്നും വസൂരി ഇങ്ങനെ അവസാനിച്ച് ഈ സ്മോൾ പോക്സ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ പ്രതിഫലം ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച സമയത്താണ് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നത്. 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അതായത് 40 കൊല്ലം മുമ്പ് അത്രയും കൃത്യമായിട്ട് ലോകാരോഗ്യ സംഘടന ഇടപെട്ട ഒന്നാണ് ഈ വസൂരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്മോൾ പോക്സ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിരുന്ന ഒരു ഇതാണ്. പക്ഷേ ഈ നമ്മുടെ കൊടുങ്ങല്ലൂർ വസൂരിമാല പ്രതിഷ്ഠയിൽ ഇപ്പോഴും വസൂരി വരാതിരിക്കുന്നതിന് വേണ്ടി പൂജ നടത്തുകയും മഞ്ഞൾ ചാർത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും ഉള്ളത്. കാരണം വസൂരി അങ്ങനെയൊന്നും പോയിട്ടില്ല, പോവില്ല എന്നൊക്കെയാണ് വിശ്വാസം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചത്. ആ വിശ്വാസം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ കഥാനായകൻ ഈ വസൂരിയെ പേടിച്ചിട്ട് അത് പലരും പറഞ്ഞതുപോലെ സൗന്ദര്യബോധത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് മരണഭയമാണ്. അയാളുടെ ജീവിതത്തിൽ ഉടനീളം ഭരിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് മരണഭയമാണ്.
അത് ആംബുലൻ്റ് പേഷ്യൻ്റ് എന്ന് പറയും. നമ്മൾ സാധാരണ ഞങ്ങളൊരു വാക്ക് ഉപയോഗിക്കാറില്ല, ആംബുലൻ്റ് പേഷ്യൻ്റ്. ഒരു സ്ഥലത്ത് രക്ഷയില്ലാൻ തോന്നുമ്പോൾ തന്നെ അടുത്ത ഡോക്ടറെ കാണും, അത് കഴിഞ്ഞ് അവിടെ രക്ഷയില്ലാകുമ്പോൾ മറ്റൊരു ഡോക്ടറെ കാണും. ഇങ്ങനെ ഈ ആംബുലൻ്റ് പേഷ്യൻ്റ് പോലെ തന്നെ ആംബുലൻ്റ് പേഴ്സണാലിറ്റി ആയി നടക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു അമ്മാവുണ്ടായിരുന്നു, പറയാൻ പറ്റുള്ളൂ, ഡോക്ടറാണെങ്കിലും പറയാം. അമ്മാവൻ എങ്ങനെയാണെന്ന് തൃശ്ശൂർ പൂരം വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരും. തൃശ്ശൂർ പൂരം വന്നപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ആഘോഷിച്ചൊക്കെ കൂടി കുറച്ച് എന്തെങ്കിലും ഒരു അവിടെ വീടുകളല്ലേ, പ്രത്യേകിച്ച് കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആശാൻ അവിടെ പോകും, പറയാതെ പോവുക, ഒറ്റ പോക്ക് പോകും. കാണാനില്ലോ എന്ന് പറയുമ്പോഴാണ് അവിടെ പോയിട്ടുണ്ടാവുന്നില്ല. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഇന്നത്തെ പോലെ മൊബൈലോ ഫോണോ ഒരു സൗകര്യമില്ല. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് അച്ഛൻ്റെ പെങ്ങൾ വിളിച്ച് പറയും, അവനിവിടെ എത്തുന്നുണ്ട് കേട്ടോ. വിളിച്ച് പറയാൻ വരുന്നവരുടെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആശ്രയം അന്വേഷിച്ച് എന്ന മട്ടിൽ പോകുന്ന മനസ്സുള്ള ധാരാളം ആളുകൾ. അത്തരം ആളുകളുടെ ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ നോവലിലെ കഥാപാത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ അവസ്ഥയിലായിട്ട് നിൽക്കില്ല. അമ്മയുടെ നമ്മൾ പറയുന്ന പോലെ എല്ലാവരും തിരിച്ച് മാതൃസ്ഥാനത്തെത്തും, സ്വന്തം തറവാട്ടിലെത്തും എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ നിൽക്കില്ല. അവിടെ കോവിഡ് വരാനുള്ള സാധ്യത, ഇനിയും കോവിഡുകൾ വരാം. അങ്ങനെ ഒരു ഗുരുതരമായ രോഗം അച്ഛനും അമ്മയ്ക്കും ആ വീട്ടിൽ ആർക്കെങ്കിലും വന്നാൽ അയാൾ അവിടെ നിന്ന് വീണ്ടും പോകും. അങ്ങനെ അനിശ്ചിതമായി പലായനം നടത്തുന്ന ഒരു പാവപ്പെട്ടവനെ ഞാൻ അയാളെ പാവെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതൊന്നും അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. നമ്മളൊന്നും അയാളെ ശപിക്കരുത്. കാരണം ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളുടെ പക്ഷെ പലരും മാസ്ക് ചെയ്തുകൊണ്ട് പലരും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജോലി മാറി മാറി പോകുന്ന ആൾക്കാർ, ഒരു സ്ഥലത്ത് ജോലി കിട്ടി അത് പറ്റാത്ത ആളുകൾ, ഇപ്പോൾ പാപി എന്ന് ആ വാക്കുകൾ ആരും പ്രയോഗിച്ചില്ല. പാപി എന്നിടം പാതാളം എന്നാണ് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഇയാൾ അങ്ങനെ പാപിയായി സ്വയം മാറി അല്ലെങ്കിൽ സ്വയം തോന്നി ആ പ്രശ്നങ്ങൾ സൈക്കോളജിയുടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിക്കും. അതായത് സൈക്കോളജി എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടത് പലർക്കും അറിയാവുന്ന ഒരു വാക്കാണ് ഫൈറ്റ് ഓർ ഫൈറ്റിങ്. അതായത് പൊരുതി നിൽക്കണോ അതോ ഒഴിഞ്ഞു മാറണോ. നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും ഫൈറ്റിംഗ് ആണ് വഴി എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ലാത്ത ഒരു വിഭാഗം ഒരു സംഖ്യ ആളുകൾ ഓടുന്നതാണ് സുഖം, അല്ലെങ്കിൽ മാറിപ്പോകുന്നതാണ് സുഖം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അതാണ് സേഫ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്ന ഒരു പാവ മനുഷ്യനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാരണം സമകാലിക രാഷ്ട്രീയത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് ജയറാമെന്ന് പറയുന്ന ക്യാരക്ടർ സൂചിപ്പിക്കുന്ന ആ ഒരു ഇത്, അളിയന് പൊളിറ്റിക്സ് പറ്റില്ല. പൊളിറ്റിക്സിന് വേണ്ടത് 3 കൂട്ടം കഴിവുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തും വിളിച്ചു പറയാനും നേരിടാനുള്ള കഴിവുണ്ടാകും, എങ്കിലേ ജനത്തിന് മതിപ്പ് വരും. രണ്ടാമത് നയവും തന്ത്രവും പിടിച്ചു നിൽക്കാൻ ഇത് വേണം. പിന്നെ വേണ്ടത് വെടിക്കെട്ട്. വലിയ നേതാക്കന്മാർ എന്തു പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും എതിർത്തൊന്നും പറയാതെ എഴുതി നിന്ന് കേൾക്കുക. ഇതാണ് ഈ ഇദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ട് ജയറാം പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴി. പക്ഷെ ഇത് പറ്റാത്തൊരു പാവമാണ് ആ മനുഷ്യൻ. പേരില്ലാത്ത ഈ കഥാപാത്ര നായകൻ ഇതും പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആശ്രയമില്ലാതെ ഒരു ഗതിയുമില്ലാതെ നിലനിൽക്കാൻ അറിയാതെ തന്ത്രങ്ങളറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രതിനിധിയാണ് ഈ കഥാപാത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇത്തരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഭാരതപരിസ്ഥിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. കാരണം ഭാഷ സുന്ദരമാണ്, അയജ്ഞലളിതമാണ്. നാടൻ ഭാഷയുടെ ഏറ്റവും സൗന്ദര്യാത്മക വിവരണം ഈ ഇതുടനീളം കാണാം. ഇടയ്ക്കൊക്കെ വടക്കൻ ഭാഷയുടെ ഒരു അകൃത്രിമ സൗന്ദര്യം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. വടക്കൻ ഭാഷ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കൂടിയാണ്. ഏതായാലും ഈ പുസ്തകം ഒറ്റവായനയിൽ തീർക്കാവുന്നതാണ്. ആഴത്തിൽ ഞാൻ വീണ്ടും അവസരം കിട്ടുകയാണെങ്കിൽ പറയാം. നന്ദി.
ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. സാധാരണ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. കുറച്ച് നാളായിട്ട് ഞാൻ എനിക്കൊരു ഉറക്കം ഞാൻ ഹോസ്പിറ്റലുമായിട്ട് അങ്ങനെ പോയതുകൊണ്ട് എന്നാലും എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. നമ്മൾ കേട്ടിട്ടുള്ളതും നമുക്ക് പരിചയമുള്ളതും ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ വസൂരി എന്ന് പറയുന്നത്. എനിക്കും പിടിപെട്ടിട്ടുള്ളതാണ് എൻ്റെ വീട്ടിൽ. ഈ വസൂരി ഈ ചിക്കൻ പോക്സ് അത് വന്നപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും മാറ്റി നിർത്തുകയുണ്ടായി. എൻ്റെ ചേട്ടനും അമ്മയൊക്കെയാണ്. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് വസൂരി. എന്നാലും അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി എല്ലാവരും മാറി അപ്പനും ചേട്ടനും അമ്മയും മാത്രമാണ് ഉണ്ടായത്. 21-ാം ദിവസം എന്നെ കുളിപ്പിക്കുന്നത് എൻ്റെ വലിയേട്ടനാണ് എന്നെ കുളിപ്പിക്കുന്നത്. കുളിപ്പിച്ച എൻ്റെ ചേട്ടന് ഈ അസുഖം വന്നില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ വസൂരി വന്നു എന്നുള്ളതാണ്. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, വന്നു. പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ ഈ വസൂരിയായി ബന്ധപ്പെട്ടിട്ട് ഒരു അപ്പാപ്പനെ ജീവനോടെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരിച്ചുവെന്ന് പറഞ്ഞിട്ട് കുഴിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ജീവൻ ശ്വാസം വലിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ട് അയാളെ രക്ഷിക്കാൻ ആരും നോക്കിയിട്ടില്ല. ആ ജീവനോടെ തന്നെ കുഴിച്ച് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആ വീട്ടിൽ ഓരോ സംഭവങ്ങളും മരണങ്ങളും അസുഖങ്ങളും എല്ലാം വരുമ്പോൾ ഈ അച്ഛനെ ജീവനോട് കുഴിച്ചിട്ടത് കൊണ്ടാണ് ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെ അസുഖങ്ങൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ തറവാട്ട് അമ്പലത്തിൽ ഇപ്പോൾ വസൂരിമാല എന്നൊക്കെ പറഞ്ഞ ഒരു ദൈവം തന്നെയുണ്ട്. വസൂരിമാല അത് വസൂരി പിടിച്ച് മരിച്ചിട്ടുള്ള ഒരാളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വസൂരിമാല ഈ വസൂരിമാലയ്ക്ക് തുള്ളൽ വരുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ പൂരത്തിന് വസൂരിമാലയ്ക്ക് തുള്ളൽ വരെ ആ തുള്ളൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് റിസ്ക് ഏറ്റെടുക്കാൻ കഴിയാത്തവരാണ് ഈ ഒളിച്ചോടുന്നത്. യാഥാർത്ഥ്യങ്ങളെ തരണം ചെയ്യാനായിട്ട് കഴിയാത്തവരാണ് മിക്കവരും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളവരല്ല, റിസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രണയിച്ച സ്ത്രീയെ പോലും അവർക്ക് അത് കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ എന്നാലും റിസ്ക് ഏറ്റെടുക്കണ്ടല്ലോ എന്നുള്ള രൂപത്തിലാണ് ആ യാത്രകൾ. പിന്നീട് വീണ്ടും ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അത് സ്വാഭാവികമായെങ്കിൽ നമുക്ക് ജനിച്ച മണ്ണിനോടും ജനിച്ച വീടിനോടും തന്നെയാണ് കൂറ്. അത് എനിക്കും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് വളരെ നല്ല രീതിയിൽ പഴശ്ശി ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നന്ദി. ഞാൻ വായിച്ചിട്ടില്ല. പ്രേംപ്രസാദ് പറഞ്ഞത് കേട്ട് മുഴുവൻ കേട്ടിട്ടില്ല. അപ്പോഴേക്കും ബാത്റൂമിൽ വീണ എന്ന പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നുണ്ട്. പക്ഷെ പ്രണയം എഴുതുന്നുണ്ട്. കത്ത് മീൻ വിഴുങ്ങി. നായകൻ പലായനം ചെയ്യണ പോലെ തന്നെ പ്രണയവും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയാലും പ്രണയമുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഇതെല്ലാം ആവർത്തിക്കാന്നുള്ളൂ. അത് പറഞ്ഞതല്ല ഞാൻ ആവർത്തിക്കുക. പിന്നെ കുവൈറ്റിൽ പോകുന്നുണ്ട്, അവിടെ യുദ്ധാവുന്ന നായകൻ വീണ്ടും തിരിച്ചു വരുന്നത്. പിന്നെ ആരെങ്കിലും പ്രണയത്തിനായോ എന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ആരെങ്കിലും പ്രണയത്തിനായോ? ഞാൻ പുസ്തകം വായിക്കാതെ അതെനിക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. പുസ്തകം വായിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടിയൊക്കെ പറഞ്ഞു വച്ചു. പ്രണയം വേണം, എപ്പോഴും പ്രണയം ഉണ്ടാവണം മനുഷ്യനെ, എന്നാലും എപ്പോഴും ചെറുപ്പാവുള്ളൂ. വസൂരിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഞങ്ങൾ മെഡ്രാസിൽ നിന്ന് വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ എല്ലാവർക്കും വന്നു. ആദ്യം അമ്മാമ്മയ്ക്ക് വന്നു, പിന്നെ ഇങ്ങനെ പുലർച്ചയായി എല്ലാവർക്കും വന്നു. പക്ഷെ ഞങ്ങളുടെ അമ്മായിയാണ് ഞങ്ങളെ നോക്കിയത്. പക്ഷെ അമ്മായിക്ക് വന്നില്ല, ബാക്കി എല്ലാവർക്കും വന്നു. എനിക്ക് ചോദിച്ചൊന്നും അറിയില്ല. ഞാനേ ഒരു പാട്ട് പാടാം.
പുസ്തകത്തിനെക്കുറിച്ചിട്ട് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തതിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ പ്രസാദ് എന്ന് പറഞ്ഞപ്പോൾ കഥ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്തത്. അതേസമയം വിനയ് സാർ പറഞ്ഞപ്പോൾ ഒരു ആ ക്യാരക്ടറിൻ്റെ ഒരു നെഗറ്റിവിറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. വിശ്വനാഥ് സാർ പറഞ്ഞപ്പോൾ ആ ആളൊരു സാധു അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുക, ആ രീതിക്കാണ് ഓരോരുത്തർ വായിക്കുമ്പോൾ ആ രീതിക്കാണ് പുസ്തകം അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ കൂടുതലായിട്ട് സംസാരിക്കണില്ല എന്ന് പറയാൻ ഞാൻ അതിനെപ്പറ്റി ആ വായിക്കും അല്ലെങ്കിൽ എനിക്ക് പറയാനായിട്ട്. സുഹൃത്തുക്കളെ, എന്തായാലും PG വായനക്കൂട്ടത്തിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഗംഭീരമായ കഥ പറയാൻ പറ്റുന്ന ഒരാളാണ് ഫ്രാൻസിസ്. നല്ല മെമ്മറിയിൽ വളരെ ചിട്ടയോടുകൂടി ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. വിഷ്വൽ ഇതിലാണ് ഞാൻ കാണുന്നത്. ഈ കക്ഷിയുടെ ക്യാരക്ടറിൻ്റെ യാത്ര മുതൽ വീടിനകത്തുള്ളത് ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസും അവിടെ നിന്നുള്ള ഓരോ പരിണാമങ്ങളും നല്ല സൂക്ഷ്മമായ വായനയിലൂടെ അത് എടുത്തിട്ടുണ്ട്. ചെതറിപ്പോകുന്ന രീതിയിൽ പല കഥ പറയുന്നത്. പക്ഷെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രസാദ് നല്ല പുസ്തകങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ആളാണ്. ഈ അന്യവൽക്കരണത്തിൻ്റെ ഒരു തലം ഇതിനകത്തുണ്ട്. നമ്മൾ ഈ കേരളം എത്രയൊക്കെ പൊളിറ്റിക്കലാണെന്ന് പറഞ്ഞാലും എല്ലാവരെയും ഇങ്ങനെ പാസീവായിട്ടുള്ള മനുഷ്യരെ അല്ലെങ്കിൽ നോൺ ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യരെ വലിച്ചെടുത്ത രീതിയിലേക്ക് അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത തലത്തിൽ ജീവിക്കുന്ന രീതിയിൽ എവിടെയോ ഒരു അലസത അന്തരീക്ഷത്തിലുണ്ട്. അങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ ആയിത്തീരുന്നത്. കാരണം ഇത് ചിലരൊക്കെ പുച്ഛവാദികളായി മാറും, ചിലർ ഭയങ്കര അസ്തിത്വവാദപരമായ ഇൻഡിവിജ്വൽ ഫ്രീഡം അന്വേഷിച്ച് പോകും, അല്ലെങ്കിൽ അനാർക്കിയിലേക്ക് പോകും. അത് വേറെ രീതിയിൽ എസ്കേപ്പീസാണ്. ഇപ്പം ഇദ്ദേഹം ഓടിച്ചോടുന്ന അനാർക്കിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. സാധാരണ സംഘടനാ പ്രവർത്തനങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ വീട് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ പലായനം പറയുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കര പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മൾ വീട് വിട്ട് പോകുന്നത് നാടകം ചെയ്യാനാണെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ പല കഥാപാത്രങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഒന്നിനോട് താല്പര്യമില്ല, അതൊന്നും മരണഭയം എന്ന് പറയുന്നത് കറക്റ്റാണ്. പിന്നെ ഒന്ന് ഈ നിഷ്ക്രിയനായിരിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേക സുഖമുണ്ട്. സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാത്ത ആളുമുണ്ട്. എന്നാൽ ഒരുപാട് സെക്യൂർഡായിട്ടുള്ള സ്ഥലം കൊടുത്താലും ചിലവരും മുമ്പ് അവർക്ക് ബോറടിക്കും. എന്തോ അങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട്. ആക്റ്റീവ് ആകാൻ പറ്റില്ല. എന്നാൽ ഈ യാത്ര ചെയ്യുന്നത് ശരിക്കും അദ്ദേഹം ആക്റ്റീവാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു തേർഡ് ഐയിൽ നോക്കുമ്പോൾ പുള്ളി പാസീവാണെങ്കിൽ ആള് ഭയങ്കര ആക്റ്റീവാണ്. കാര്യം ഇവിടെ എങ്ങനെ രക്ഷപ്പെടണം, ബ്രെയിൻ ഭയങ്കര എൻഗേജ്ഡാണ്. എങ്ങനെ പോകണം ആ രീതിയിലുള്ള ബ്രെയിനാണ്. അപ്പോൾ കാമുവിൻ്റെയൊക്കെ അന്യൻ പെട്ടെന്ന് ഓർക്കുകയാണ്. 2-3 നോവൽസ് എനിക്ക് ഓർമ്മ വന്നു. ഒന്ന് ഖസാക്കിലെ രവി ഓർമ്മ വന്നു. പാസീവാണ്. അവസാനം പോയിട്ട് പാമ്പിനെ കാര്യം അന്യൻ നോവലുണ്ട് ഔട്ട്സൈഡ്. മൈ മദർ ഡൈഡ് യെസ്റ്റർഡേ ഓർ ടുഡേ മോർണിംഗ്, ഐ എം നോട്ട് ഷുവർ. ഇങ്ങനെയാണ് കാമുവിൻ്റെ ആ നോവൽ തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ പോലും വികാരമില്ല. അമ്മ മരിച്ചാൽ കരഞ്ഞില്ല, പിന്നെ കോടതി കയറുന്നെങ്കിൽ നമുക്ക് പല ഇതുകളുണ്ട്. ഇത് ദസ്തോവെസ്കി ഇഡിയറ്റ് പെട്ടെന്ന് ഓർമ്മ വരും. എന്ത് പോസിറ്റീവ് സംഭവം ചെയ്താലും നാട്ടുകാർ മുമ്പിൽ ഇഡിയറ്റ് സംഭവം. ഇദ്ദേഹമൊന്നും കഴിയുന്നില്ല. പ്രണയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, രാഷ്ട്രീയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ മീഡിയ ഓഫ് എക്സ്പ്രഷൻ എന്താണോ അതും വ്യക്തമാക്കുന്നില്ല. ജോലി കിട്ടിയാലും പിന്നെ അങ്ങനെ ഒരു വല്ലാത്ത കഥാപാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു തലത്തിൽ വായിക്കാതെയാണ് ഈ കഥാകഥനം കേട്ട് മാത്രമുള്ളൊരു ഓർമ്മയാണ്. ഒരുപക്ഷെ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ള സമരമുഖങ്ങൾ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പാസീവാകുന്ന ആളുകൾ അറിയാതെ അവർക്ക് ചരിത്രപരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നലിലേക്ക് വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ മുഖാമുഖത്തിൽ ഉറങ്ങുന്ന എന്ത് വന്നാലും ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരാളായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ചെറിയ പല അത് ഓർമ്മ വരുന്നത്, ചെറിയ പ്രവൃത്തികളൊക്കെ ഓർമ്മ വരുന്നു. ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നം മുഴുവൻ എൻ്റെ ആൾ കരുതി ടെൻഷൻ അടിക്കുന്ന ചെറിയ ഇവിടെ ഒന്നുമില്ല.
പിന്നെ വസൂരിയുടെ ഒരു സംഭവം നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞ അതിൻ്റെ സൂപ്പർസ്റ്റിഷൻ പൊളിഞ്ഞു പോകുന്ന വാക്സിൻ വന്നു സയൻസാണ് അവിടെ വിജയിക്കുന്നത്. വലിയ നോവൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ SLCയുടെ പരീക്ഷയുടെ 2 മാസം മുമ്പ് എനിക്ക് ചിക്കൻ ബോക്സ് കൊടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ പോസിറ്റീവായിട്ട് കണ്ടത് വാടാനപ്പള്ളി ജവഹർ പ്രാക്ടീസ് ചെയ്യുന്ന രാത്രി ഫസ്റ്റ് സെക്കൻഡ് ഷോട്ട് പാട്ട് കയറി വരുന്നത് അന്ന് വരെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതാണ്. പക്ഷെ വസൂരി വന്ന് വീട്ടിൽ കിടക്കുന്നതാണ് ഒരു ലോൺലിനെസ്സാണ് ഈ പാട്ട് ഇങ്ങനെ കാറ്റെടുത്ത് വരുന്നത് എനിക്ക് കേൾക്കാം. മാങ്ങാട്ട് കറിക്ക് കേൾക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിക്കുന്ന വെപ്പിൻ്റെ ഇലയിൽ കിട്ടിയിട്ടാണ് കിടക്കുക. വീട്ടിൽ പിന്നെ വേറെ ആർക്കും വന്നൂല. പന്ത് കളിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ പിന്നീട് വേറൊരു റീഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കിയത് നമ്മുടെ ഈ സൂപ്പർസ്റ്റിഷൻ ഒരു ഭദ്രകാളിയുടെ കോപമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പാട്ട് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ വാക്സിനേഷൻ വന്നിട്ട് ഈ കാളിയോട് പോയി ചോദിക്കും. അപ്പോൾ കാളിയില്ല, അതുവരെയാണ്. ഇപ്പോൾ കൊറോണ വന്നു, വാക്സിൻ വന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ചില ആളുകൾക്ക് ഈ ചെറുപ്പം മുതലേ ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സൂപ്പർസ്റ്റിഷൻ്റെ എലമെന്റ് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഈ മരണഭയം വരുന്നത്. ഇപ്പോൾ കോക്കാനുണ്ട്, നമ്മൾ കുട്ടികൾ പഠിപ്പിക്കുന്ന അത്ര വീടുകളേ ഉള്ളൂ. ആ വഴി കൂടെ പോയി അവിടെ കോക്കാനുണ്ട്. ഇത് ചെറിയ സൈക്കിൾ കയറും. ഈ ആ കുളം ഒരു വലിയ ഒഴിഞ്ഞ കുളം, അത് പ്രശ്നമായിട്ടാണ്, രാത്രി പ്രശ്നമാണ്. നമ്മളൊക്കെ അത് ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് വേറെ രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ്. രാത്രി ഉറക്കുളച്ച് ഇരിക്കുന്ന നാടകക്കാമ്പുകളാണ്. ഏത് കുളമുണ്ടെങ്കിലും രാത്രി പോയിട്ട് അവിടെ കുളിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞത് സാന്ദർഭികമായിട്ട് പറഞ്ഞു മാത്രം. പക്ഷേ ഈ നോവൽ വായിക്കും കൃത്യമായിട്ടും നമ്മുടെ ഈ കേരള സൈക്കിള് വളരെ ആക്റ്റീവ് ആവുന്നതും ഹൈപ്പർ ആക്റ്റീവ് ആവുന്നതും ആക്റ്റീവ് ആവുന്നതും പോസിറ്റീവ് എനർജി തരുന്ന ആളുകളും ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ വളരെ നെഗറ്റീവും പാസീവ് ആവുന്ന ആളുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹൗ ഇറ്റ് ഹാപ്പൻസ് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ടോട്ടൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇവർക്ക് എവിടെയെങ്കിലും ഇവരൊരു ഒരു ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റാതെ കുറച്ച് പേര് മാത്രം ലീഡ് ചെയ്ത് പോകുന്നിടത്ത് ഈ പാസീവായിട്ടുള്ള ആളുകളെല്ലാം കൂടും. അപ്പോൾ ആ ഒരു പ്രോസസ്സിലുള്ള ഒരു പ്രോബ്ലമാണ് ഈ പാസീവ് കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓരോ ഗ്രാമത്തിലും ഓരോ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. എന്തെല്ലാം വൈരുദ്ധ്യമുണ്ടെങ്കിലും ഒരാളെ എന്തെങ്കിലും രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു വളരെ സമഗ്രമായിട്ടുള്ള പ്രോജക്റ്റ് മാത്രമാണ് ഇത്തരം ആളുകളെ പോലും എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു ക്യാരക്ടർ വെച്ച് നന്നായി. ഭാവിയിൽ സിനിമയൊക്കെ ആരെങ്കിലും എടുക്കാൻ തീരുമാനിക്കുന്നത് ഞാൻ ആലോചിക്കും, ആരായിരിക്കും കഥാപാത്രം. സംഭവിക്കട്ടെ. ഓക്കെ, ആശംസകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇതില് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എടുത്തു പറയാനുള്ള 4 കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങളെ ശരിക്കും മനസ്സിൽ വരുന്നതാണ്. അതായത് അമ്മാവൻ്റെ വീട്ടിലെ അവനെങ്ങനെ ഇത്രയും കാലം അവനെ മനസ്സിൽ വെച്ച് കാത്തിരുന്ന ഒരു അമ്മാവൻ്റെ മകള്, പിന്നെ അമ്മാവൻ്റെ ഭാര്യ. അത് ശരിക്കും 4 പെൺമക്കളായതുകൊണ്ട് ഒരു മകൻ്റെ സാമീപ്യം അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം പിന്നീട് വന്നപ്പോഴും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആ ഒരു അമ്മ. പിന്നെ ഇപ്പുറത്ത് പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള 2 സ്ത്രീകളാണുള്ളത്. അതായത് സുമിത്ര, പിന്നെ മകൾ ശ്രീദേവി. അവരിൽ വരുന്ന ഒരു മാറ്റം, മറ്റേതൊരു ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്ന 2 സ്ത്രീകളാണ്. പക്ഷേ ഇപ്പുറത്തുള്ളവർ 2 പേരും കുറേ കൂടി എംപവർമെന്റ് വന്നതുകൊണ്ട് തന്നെയാണ് അവരവരുടെ കുറേ കാര്യങ്ങൾ തുറന്ന് കാണിക്കുന്ന തരത്തിലുള്ള 2, അങ്ങനെ ഒരു 4 സ്ത്രീ കഥാപാത്രങ്ങളെ കൂടി മനസ്സിൽ ഉണ്ട്. ഹലോ നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഇത്തരം മാറ്റങ്ങൾക്ക് വഴി നിൽക്കുന്ന ഒരുപാട് ചർച്ചകൾ മറ്റൊക്കെ സഹായമായി തീരുന്ന വേറെ പരിപാടികൾ ഉണ്ടാക്കണമെന്നാണ്. നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല കാലഘട്ടത്തിലൂടെ കടന്നു ആധുനികത ആരംഭമാണ്, പിന്നെ അത്യാന്താധുനികത, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ വായനയുടെ ലോകത്ത് പുതിയ വസന്തങ്ങൾ തീർക്കുന്ന പല പുതിയ പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട്.
അതോടൊപ്പം തന്നെ നിന്നെ കഴുത്തോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന വിധത്തിൽ വാൾ തൂങ്ങിക്കിടക്കുന്നുമുണ്ട്. സുൽബർഗിയെ പോലുള്ള നരേന്ദ്ര ഡബൂർക്കിനെ പോലുള്ള ആളുകൾ വിരോധാനം ചെയ്യപ്പെട്ടതിന്റെ കഥകൾ നമുക്കറിയാം. ഒരു തരത്തിലുള്ള സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങളൊന്നും വ്യാവസായിക വളർച്ചയെ തുടർന്ന് പിന്നീട് ഇപ്പോൾ റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള ആധുനികതയുടെ അരങ്ങേറ്റത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ലോകത്ത് കേരളത്തിൽ തന്നെ വൈജ്ഞാനികമായിട്ട് സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പുരോഗമന ശക്തികളും സർക്കാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മാറ്റങ്ങളെല്ലാം അനുസ്യൂതം തുടരുമ്പോൾ തന്നെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ പല മൂല്യങ്ങളും പല മേന്മകളും തകർന്നടിയുന്നതിന്റെ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. അത്തരം പ്രതിസന്ധികളെ, സങ്കീർണതകളെ, തകർച്ചകളെ ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന രചനകൾ എല്ലാ മണ്ഡലത്തിലും, കഥയുടേതായാലും നോവലിൻ്റെതായാലും നാടകത്തിൻ്റെതായാലും മറ്റ് കലാരൂപങ്ങളുടെയും മണ്ഡലത്തിൽ അവസാനിക്കുന്ന വേടൻ്റെ പാട്ട് തൊട്ട് അങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ശുഭോദരമായ സൂചനകളായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവസംസ്കൃതിയുടെ തന്നെ സമസ്ത മണ്ഡല മേഖലകളിലും സർവസ്പർശിയായ എല്ലാ തലങ്ങളിലും ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന എല്ലാ പ്രവണതകളെയും എല്ലാറ്റിനെയും കുറിച്ച് ആധികാരികമായി ഒരു സർവവിജ്ഞാന കോശങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിന് അർത്ഥവും സൗന്ദര്യവും പകർന്നു തന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം പകർന്നു തന്ന വലിയൊരു മനുഷ്യനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ബുർജിനഹറിൽ ഗലയുടെ കൊച്ചുമുറിയിൽ ഒട്ടേറെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചിന്തകരും ഒക്കെ വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനിയായിട്ടുള്ള PGയുടെ പ്രഭാഷണം ശ്രവിക്കാനായിട്ട് ധാരാളം പേർ ആ മുറിയിൽ വന്നു ചേർന്നിരുന്നു എന്നുള്ളത് ആഹ്ലാദകരമായ അനുഭവമായി പങ്കിടുകയാണ്. ഞാൻ UC കോളേജിലായിരുന്ന കാലത്ത് തന്നെ വലിയ പ്രക്ഷോഭകാരിയായിരുന്നു. അത് തുടങ്ങി അതിനു മുൻപേ ആ ഒരു ഉൽപ്പതിഷ്ഠിത്വമൊക്കെ അദ്ദേഹത്തിൽ പടർന്നു വന്നിരുന്നു. ONVയും മലയാറ്റൂരും MN ഗോവിന്ദ് നായരും PK വാസവൻ 4-5 പേർ ചേർന്ന് പ്രക്ഷോഭം നയിച്ചതിൻ്റെ കഥകളൊക്കെ വീരോചിതമായിട്ടുള്ള കഥകൾ നമുക്ക് ആവേശം പകർന്നിരുന്നതാണ്. വിശ്വവർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് നിതാന്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി ജീവിതവും വലിച്ചെറിഞ്ഞ മനുഷ്യരുടെ, നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, വിശ്വവർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ഒരു പുതിയ സമൂഹ നിർമ്മിതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ തലത്തിലേക്ക് നമ്മുടെ സമൂഹം വളർന്നു വന്നത് എന്നത് നമുക്ക് ഒരു പാഠവും മുന്നറിവുമായിട്ട് കരുതാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത്തരം ചർച്ചകളും സംവേദനക്ഷമതയെ ശക്തിപ്പെടുത്തുന്ന, ഊർജിതപ്പെടുത്തുന്ന വേദികൾ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന്
ആശിച്ചുകൊണ്ട് എൻ്റെ വാർത്ത അവസാനിക്കും. ഹലോ, ജോസ് മാഷ് ഇതിന് ജില്ലയുടെ ഒരു കൺവീനർ കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യും. പറയാം ഇത് വ്യത്യസ്തമായിട്ടുള്ള ചില വീക്ഷണങ്ങളിലൂടെ പറഞ്ഞത് ഭിന്ന പാരായണ രീതിയാണ്. അതൊരു കൃതി നൽകുന്ന അനന്ത സാധ്യതയാണ്. ഇതിനായിട്ട് ഒരു ആംഗിളിൽ എന്ന് പറഞ്ഞു, മറ്റ് പല ആംഗിളിലും ഇത് നോക്കിക്കാണാവുന്നതാണ്. വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ, നമ്മളൊക്കെ തന്നെ നമ്മുടെ ആത്മാംശത്തിൽ തന്നെ ആ കഥാപാത്രത്തിൽ നിന്നുള്ളതാണ്. നമ്മളൊക്കെ തന്നെ ഒരു തരത്തിലുള്ള കരിയറിസ്റ്റുകളാണ്, എസ്കേപ്പിസ്റ്റുകളാണ്. ഇതൊക്കെ തന്നെ നമ്മളിതിൽ നമ്മൾ അവിടമായിട്ടൊരു പോസിറ്റീവ് ആസ്പെക്ട് ഒക്കെ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയും. അത് അസാധ്യമാണ്. മനുഷ്യന് നന്മ തിന്മകളിലൊക്കെ തന്നെ ഒരു സമ്മിശ്ര രൂപമാണ്. അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ട് അയാളെ രക്ഷപ്പെടലൊക്കെ ശ്രമിക്കും. അത് അയാളെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. പ്രണയങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് ഒരു പ്രണയമുള്ള സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ വേറെ സ്ഥലത്തിനും അങ്ങനത്തെ സാഹചര്യത്തിൽ വേറൊരു പ്രണയം ഇയാൾ നിഷേധിക്കണമെന്നില്ല. ആ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ബന്ധം വേറെ വരും. അങ്ങനെ പലരും വരും. ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ട് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഈ എഴുത്തുകാരൻ ഒരു പ്രത്യേക ആശയം അയാൾ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട്. ജോഷ് ഭാഷ സംസാരിക്കണമെന്ന് ജൂബിലി എന്ത് പറയാനുള്ളത്? ഞാൻ ഈ പുസ്തകം വായിക്കാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ചർച്ച ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യർക്ക് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന പലായനങ്ങൾ ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്കുള്ള പലായനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വേറെ ഒരു ഡയമെൻഷനിൽ കൂടി നമുക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാർ മാഷ് പറഞ്ഞതുപോലെ ഒരു ദിവസവും മനുഷ്യൻ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ പലായനം ചെയ്യപ്പെടേണ്ട ഒരുപാട് അവസ്ഥകളുണ്ട്. ഓരോ ദിവസവും മനുഷ്യൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓരോ പലായനങ്ങൾ ഓരോ ദിവസവും നടത്തപ്പെടുന്നുണ്ട്. ചില അവസ്ഥകളിൽ നിന്ന്, ചിലയിടങ്ങളിൽ നിന്ന്, ചില സന്ദർഭങ്ങളിൽ നിന്നൊക്കെ മനുഷ്യന് പലായനം ചെയ്യപ്പെടും. അതിനൊരു കാരണം ഏതായാലും പൊതുവായിട്ട് മനുഷ്യന് സേഫ് സോണിൽ നിൽക്കാനാണ് താല്പര്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുവെ എല്ലാവരും ഇത്തരത്തിലുള്ള പലായനത്തിനാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രിപ്പയർഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ പലായനം ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായി വരാറുണ്ട്. അപ്പോൾ ഈ പൊതുവായിട്ട് നമ്മുടെ നിലനിൽക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി നമ്മുടെ നിലനിൽപ്പിന് വിപരീതമായ ശാരീരികമായ രീതിയിലല്ല ഞാൻ പറയുന്നത്, അപകടകരമായ രീതിയിൽ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പിൻവാങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ പലായനം ചെയ്യാനുള്ള ആ അവസ്ഥകളിൽ നിന്ന് പലായനം ചെയ്യാനുള്ള ഒരു പ്രവണതകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും എനിക്ക് കുറച്ച് കഴിഞ്ഞ് അതിജീവിക്കാനും കഴിയാറുണ്ട്. അപ്പോൾ ഈ ചർച്ച ഇവിടെ നടന്ന ചർച്ച ഇത്തരത്തിലുള്ള പലായനങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്നും ഇത്തരം അത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യുക തന്നെയാണ് അതിൻ്റെ പരിഹാരമെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ചർച്ചയ്ക്ക് കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പഴശ്ശി എഴുതിയ നോവലിനെ പറ്റിയിട്ടുള്ള അവതരണമാണ് പ്രസാദേട്ടൻ നടത്തിയത്. വളരെ സംക്ഷിപ്തമായിട്ട് ആ അവതരണം ഇവിടെ നന്നായി അവതരിപ്പിക്കാൻ സാധിച്ചു. പിന്നെ കുറച്ച് ഒരു വ്യത്യസ്ത ആംഗിളിൽ സംസാരിച്ചത് വിനയേട്ടനാണ്. പുസ്തകം വായിച്ച ആളുകൾ നമ്മുടെ ഉള്ളിൽ വളരെ കുറവാണ് എന്ന ഒരു പരിമിതി നമ്മൾ നേരിടുന്നുണ്ട്. എങ്കിലും എല്ലാവരും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ആ ചേച്ചിയാണ് ഇതൊന്നും പങ്കെടുക്കാത്തത്. ബാക്കി എല്ലാവരും രാവുണ്ണേട്ടനും രണ്ടുപേര് ബാക്കി എല്ലാവരും പങ്കെടുത്തു. അതിൽ 1-2 പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കും. ഈ നോവല് ഒരു 120 പേജുള്ള നോവലാണ്. സാധാരണ നോവലായാലും ചെറുകഥയായാലും കഥ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഒരു കഥയെ നമ്മൾ സമീപിക്കുമ്പോൾ അതിന് 2 ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് പഠനം എന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ ആഖ്യാനം എങ്ങനെയാണ്, 2 വിമർശം എങ്ങനെയാണ്. ആഖ്യാനത്തിൽ അതിൻ്റെ ഉൾപ്പെടുന്നതാണ് ഭാഷ. ആഖ്യാനം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് വിവരിച്ചു പോകുന്നൊരു കാര്യം, ആത്മകഥാപരമായ അവതരണ രീതിയാണ്.
അതുകൊണ്ട് ഇപ്പോൾ ഈ പുതിയ കാലത്ത് നോവലായാലും ചെറുകഥയായാലും സങ്കീർണതകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള രചനാരീതിയാണ് പലരും അവലംബിക്കുന്നത്. ഇത് വളരെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പലതും വായിച്ചു കേട്ടും പലരിൽ നിന്നും കോപ്പി അടിച്ചുകൊണ്ടും വളരെ സങ്കീർണമാക്കി രചനാരീതിയെ വളരെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് അതൊരു പുതിയ കണ്ടുപിടുത്തമാണ് എന്ന വ്യാജേന അവതരിപ്പിക്കുകയാണ് പലരും. ഏറ്റവും മികച്ച കഥാകൃത്തുക്കളായാലും നോവലിസ്റ്റുകളായാലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനത്തെ യാതൊരുവിധ വേഷം കെട്ടുകൾക്കും പോകാതെ വളരെ സുതാര്യമായി ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു രീതിയിൽ വിഷയം അവതരിപ്പിക്കുന്നു. അത് ലളിതമായി ആർക്കും മനസ്സിലാവും എന്നതാണ് ഇതിൻ്റെ രചന രീതിയുടെ കാര്യം. പിന്നെ ഒരു വിവരണാത്മകമായ രീതിയാണ്. ഇതിനിപ്പോൾ ഈ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് മാർക്സിയൻ ചിന്തകന്മാർ, പ്രത്യേകിച്ച് വിമർശ പഠനങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ തന്നെ പ്രാദേശിക ചരിത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് വയ്ക്കുന്നത്. ആ തരത്തിലുള്ള ഒരു സമീപനം ഈ കൃതിയുടെ ആഖ്യാനത്തിലുണ്ട്. പ്രാദേശിക ചരിത്രത്തെ കൃത്യമായി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ടെടുക്കുന്ന ഒരു രീതിശാസ്ത്രം ഈ കൃതിക്ക് ഉണ്ട് എന്നതാണ്. പിന്നെ ഗ്രാമത്തെ നമ്മളിപ്പോൾ ഒരു ഗ്രാമചിത്രണം എങ്ങനെ ചെയ്യാം ഇതിൻ്റെ ഒരു മോഡലായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കൊക്കെ ഒരു 50 വയസ്സൊക്കെ ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഗ്രാമത്തെ ജീവിച്ച ജീവിതാനുഭവങ്ങൾ പുതിയ തലമുറയുടെ ഇന്ന് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു ഭൂരിപക്ഷവും 50-കാരായതുകൊണ്ട് അവർക്ക് അവർ ജീവിച്ച ഗ്രാമത്തെ പറ്റി വളരെ ഗ്രഹാതുരമായിട്ടൊരു ഓർമ്മ സൃഷ്ടിക്കുന്ന ഒരു തലം ഇതിന്. പിന്നെ ഇതിൻ്റെ പേരിനെ സംബന്ധിച്ച് എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യം, ഞാൻ ആ പേര് അത്ര സ്വീകരിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് പേര് പറ്റിയത് ഹിപ്പോക്രസി എന്ന പേരാണ് ഇതിന് നല്ലത്. ഈ പലായനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പലായനം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പലായനം 2 തരത്തിലുണ്ടാകും. ഇപ്പോൾ ഇവിടെ പലരും പലായനത്തെ നോക്കിക്കണ്ടത് ഭയം കൊണ്ട് ആത്മധൈര്യക്കുറവുള്ള ആളുകൾ ഭീരുക്കൾ ഓടിപ്പോകുന്നതാണ് പലായനം എന്നാണ് നമ്മളിവിടെ ഭൂരിപക്ഷം കണ്ടത്. ഇപ്പോൾ പാലസ്തീനിലെ ആളുകൾ എന്തുകൊണ്ടാണ് പോകുന്നത്? അവർക്ക് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ പലായനം 2 തരത്തിലുണ്ട്. ഒന്ന് സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് പോകേണ്ടി വരും, അതൊരു ഭീരുത്വം കൊണ്ടല്ല. മരണം അല്ലെങ്കിൽ നിലനിൽപ്പ് എന്നുള്ളവർ വരുമ്പോൾ പോകേണ്ട ഒരു ഗതികേട് വരുന്നത്. ഇയാൾ പലായനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇയാൾ പലായനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇയാൾ ഹിപ്പോക്രാറ്റാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ഹിപ്പോക്രസിയാണ് ഇയാളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും യഥാർത്ഥത്തിൽ കാരണം. സ്വന്തം അച്ഛനും അമ്മയും പെങ്ങളും മരിക്കാൻ കിടക്കുമ്പോഴാണ് അയാളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. അതാണ് ആദ്യത്തെ പലായനം എന്ന് പറയുന്നത്. എന്നിട്ട് അമ്മാവിൻ്റെ വീട്ടിൽ ചെന്നാൽ ഇയാൾ പറയുന്നത്, ഈ ആത്മകഥ എന്ന് പറയുന്നത് എന്താണ്? ഇയാളുടെ നോട്ടം മുഴുവൻ ഇയാളുടെ താല്പര്യം മാത്രമാണ് ആ നോട്ടത്തിലുള്ളത്. ആത്മകഥ വിവരണത്തിൽ മുഴുവൻ അന്തർലീനമായ ഘടകം എന്താണ്? അവനവന് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവസാന നിമിഷം വരെ അയാൾ പറയുന്നത് അയാൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, അയാൾ കറ കളഞ്ഞ രീതിയിലാണ് പോയത് എന്നാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പ്രസാദൊക്കെ പറയാത്തൊരു കാര്യം. കാരണം ഏക പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഈ പറയുന്ന നേതാവ് വരുമ്പോഴാണ് അവിടെ 2ാമത്തെ പാർട്ടി ഉണ്ടാവുന്നത്. ആ 2ാമത്തെ പാർട്ടി ഉണ്ടായതിനു ശേഷം നക്സലിസം കടന്നു വരുന്നുണ്ട് അവിടെ. ആ നക്സലിസം കടന്നു വരുമ്പോൾ ആളുകളൊക്കെ തന്നെ നക്സലിസത്തിലേക്ക് വല്ലാതെ ആകർഷിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആകർഷിക്കുന്ന പോകുന്ന കാലത്തൊന്നും ഇയാള് നക്സലിസത്തിലേക്ക് പോകാൻ ഇയാൾക്ക് ആത്മധൈര്യം ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നക്സലിസത്തിലേക്ക് പോകുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പിണറായി വിജയനും എം വി ഗോവിന്ദ മാഷും ഈ നോവലിന്റെ കഥാപാത്രമാണ്. ആരും പറയാതെ പോയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2 പേരും ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് പോയ ആളുകളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കേരള ചരിത്രത്തിന്റെ ഒരു കുണ്ടമാണ് വളരെ കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ തിരിച്ചു കൊണ്ടുവന്ന് ഇയാൾക്ക് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്, ഇയാൾക്ക് ഇഷ്ടമല്ലെങ്കിലും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയും ഈ പറയുന്ന അടിയന്തരാവസ്ഥയിൽ വന്ന പ്രതിസന്ധിയിൽ പാർട്ടി വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇയാളെ പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നുണ്ട്. ആ ചുമതലയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ പോകുന്നത്. ആ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അത് നേരി ചടിയാവുന്നതുകൊണ്ടാണ് ഇയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ ഘട്ടങ്ങളിലും ഇയാൾ പോകുന്നത് MLA ആവാൻ മത്സരിക്കേണ്ടി വരുമ്പോഴാണ് അയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നത്. യാതൊരു തരത്തിലും ഈ പറയുന്ന നൈതികതയില്ലാത്ത ഒരു കഥാപാത്രം. ഈ കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ ഈ കഥാപാത്രം നമ്മളെല്ലാവരും ഉണ്ട് എന്നതാണ്. അവനവന്റെ ഹിപ്പോക്രസിക്കെതിരായിട്ടുള്ള വളരെ കൃത്യമായിട്ടൊരു വിമർശമാണ് ഈ പറയുന്ന നോവല് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ആന്തരികമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുക. സമയം ഇല്ലാത്തതുകൊണ്ട് നിർത്തുന്നു. മറുപടിക്കായിട്ട് പഴശ്ശേരി.
PGയുടെ പേരിലാണ് തുടങ്ങിയത്. PGയുടെ കൂടെ 2 തവണ സർക്കാർ തലത്തിൽ ജോലി ചെയ്ത ഒരാളാണ്. ആദ്യത്തെ തവണ PG ആയിട്ട് ഭയങ്കരമായിട്ട് ഉടക്കിയിട്ട് എൻ്റെ പരദൂഷണ സാഹിത്യം 3-ാം ഭാഗത്തിൽ പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരുന്ന ഒരാളാണ് PG. രണ്ടാമത്തെ തവണ PGയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് PG എന്നെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരു അകൽച്ചയോടുകൂടിയാണ് എൻ്റെ കൂടെ ജോലി ചെയ്തത്. അക്ഷര മിഷനിലെ ഞാൻ ഡയറക്ടറായിരുന്ന സമയത്ത് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഒരു ദിവസം PG ഒരു കണ്ണട വെച്ച് അഴിച്ചു വെച്ചിട്ട് വേറൊരു കണ്ണട സഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് കണ്ണിൽ വെച്ചു. ഞാൻ ചോദിച്ചു, എന്താ PG 2 കണ്ണട? അപ്പോൾ പറഞ്ഞപ്പോൾ ഒന്ന് ശത്രുക്കളെ കാണാനും ഒന്ന് മിത്രങ്ങളെ കാണാനും. അപ്പം എനിക്ക് മനസ്സിലായി പഴയ ശത്രുത ഇവിടെ ഉണ്ട്. എന്തായാലും വളരെ കാലം അദ്ദേഹമായിട്ട് അടുത്ത് പെരുമാറിയ ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സവിശേഷതകൾ മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ഓർക്കുകയാണ്. ഈ നോവല് എൻ്റെ ആദ്യത്തെ ഇതുവരെ മറ്റൊരു നോവൽ എഴുതാത്തതുകൊണ്ട് കുട്ടികൾ നോവൽ എഴുതിയിട്ടു ആദ്യത്തെ അവസാനത്തെ നോവൽ എന്ന് പറയാം. ഇനി എഴുതാൻ പോകുന്നുണ്ട്. ഈ നോവൽ അത്ര മഹത്തായ ഒരു നോവലാണെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. എൻ്റെ അനിയത്തി, അവൾ പണ്ട് SFIയിലൊക്കെ വളരെ ആക്റ്റീവായ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കഥകളുടെ അടുത്തും നിൽക്കുന്ന ഈ നോവൽ, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു നിരൂപണമായിട്ട് ഞാൻ മനസ്സിലെടുത്തത്. കാരണം കഥകൾ എൻ്റെത് വളരെയധികം ശ്രദ്ധേയമായ അല്ലെങ്കിൽ വളരെയധികം ആഴത്തിലുള്ള കുറച്ച് കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കുറച്ച് ഏറ്റവും ചുരുങ്ങിയത് 4-5 നല്ല കഥകളുണ്ട്, സ്റ്റാൻഡേർഡുണ്ട്. അതിൻ്റെ അടുത്ത് ഈ നോവലെത്തും. നോവൽ മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൻ്റെ അടുത്ത് കഥയുടെ അടുത്തൊന്നും എത്തില്ല ഈ നോവൽ. അതുകൊണ്ട് നോവലിൽ നിങ്ങൾ കഥയുടെ അടുത്തേക്ക് എത്തുന്ന നോവൽ ഇനി എഴുതണം എന്നാണ് ഞാനതിനുള്ള ശ്രമം നടത്തണം. ഇപ്പോൾ 2-3 നോവലുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ നാടിനെക്കുറിച്ചൊരു നോവൽ എഴുതണമെന്ന് VT ഭാസ്കര പണിക്കരും IV ദാസും പണ്ടേ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ആ നോവൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്, പകുതി പോലും ആയിട്ടില്ല. എത്രയോ വർഷങ്ങളായി. അത് പലപ്പോഴും ഉറക്കം വരാതിരിക്കുമ്പോൾ 1-2 പേജൊക്കെ എഴുതും, ഇപ്പോഴും അവിടെ തന്നെ കിടക്കും. പക്ഷേ എൻ്റെ കഥയുടെ അടുത്തേക്ക് എത്തിക്കാൻ ആ നോവലുകൾക്ക് കഴിയുമോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ നോവല് യഥാർത്ഥത്തിൽ ഒരു നോവലല്ല, ആദ്യം എഴുതിയൊരു കഥയായിട്ടാണ്. എൻ്റെ ഈയിടെ പ്രസിദ്ധീകരിച്ച മംഗളവനത്തിലെ പ്രേമയക്ഷി എന്ന പുസ്തകത്തിൽ പലായനം എന്ന പേരിൽ ഈ കഥ, അല്ല വസൂരിമാനം തന്നെയാണെന്നല്ല, പലായനം എന്ന പേരിൽ ഈ കഥ അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനത് എഴുതിയത് വർഷങ്ങൾക്ക് മുമ്പ് 2005-ലോ മറ്റോ 6-ലോ മറ്റോ എഴുതിയാണ്. അത് ആകാശവാണി ഒരു കഥ വായിക്കാൻ ഒരു കോൺട്രാക്റ്റ് അയച്ചു തന്നപ്പോൾ ഈ കഥ അയച്ചു കൊടുത്ത് ഞാൻ വായിച്ചു. അത് ആളുകളൊക്കെ കേട്ട ആളുകൾക്ക് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മലയാളം വാരിക കഴിച്ചു. ഇന്ന് ജയേന്ദ്രൻ നായരാണ് മലയാളം വാരിക പത്രത്തിൽ. കലാകൗമുദിയിൽ ജയേന്ദ്രൻ നായരും NRS ബാബു ഉള്ള സമയത്ത് ഞാനായിട്ട് വളരെ അടുപ്പുള്ള ഒരാളായിരുന്നു ജയേന്ദ്രൻ നായർ. പക്ഷേ ഒരു ചെറിയ കാര്യത്തിൽ അവിടെയും മടങ്ങുകയുണ്ടായി. എൻ്റെ സർവീസ് സ്റ്റോറീസ് എന്നുള്ള കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെ വെട്ടിച്ചുരുക്കി പകുതിയായി പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ പ്രതിഷേധിച്ച് കത്ത് എഴുതിയത് കാരണം ഒരു ചെറിയ ഉടക്കുള്ളത് കൊണ്ടായിരിക്കാം ഈ കഥ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ചു. കുറേ കഴിഞ്ഞിട്ടും പ്രസിദ്ധീകരിക്കാതെ വന്നപ്പോൾ ഞാൻ കഥയൊന്ന് വായിച്ചു നോക്കി, എന്തുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണം. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് കഥയല്ല നോവലാണ് എന്ന് തോന്നിയ അതേ ഘട്ടത്തിൽ തന്നെ എഴുതാനും തുടങ്ങി. നോവൽ എഴുതാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നോവൽ എഴുതി. പക്ഷേ അതിൻ്റെ ഇന്ദുലേഖയിലെ 18-ാം അധ്യായം പോലെ ഇതിൻ്റെ ഒരു അധ്യായം എഴുതാൻ എനിക്ക് പ്രയാസമായി. കാരണം കഥയിൽ ഒരു കുവൈത്തും യുദ്ധം വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. പക്ഷേ നോവലിൽ കുവൈത്ത് യുദ്ധം പറയണമെങ്കിൽ കുവൈത്ത് യുദ്ധം മനസ്സിലാക്കണം. ഞാനാണെങ്കിൽ കുവൈത്തിൽ പോയിട്ടില്ല,
ഈ അടുത്ത കാലത്താണ് ഗൾഫിലൊക്കെ ഒരു ചെറിയ യാത്ര നടത്തിയത്. വിമാനത്തിലൊന്നും കയറിയിട്ട് പോലുമില്ല. പക്ഷേ അതെങ്ങനെ എഴുതും, വലിയ പ്രയാസമാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ കുവൈത്തിൽ നിന്ന് തിരിച്ചു വന്ന, യുദ്ധകാലത്ത് തിരിച്ചു വന്ന ചില ആളുകളെ ബന്ധപ്പെടാൻ കുറേ ശ്രമം നടത്തി നോക്കി. അതിനിടയിലാണ് സംഗീതനാടക അക്കാദമി 2008 സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതൊന്നും വായിക്കാൻ, ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ആ നോവൽ അവിടെ തന്നെ കിടന്നു. പക്ഷേ ഒരു ദിവസം അവിടെ അതിന് മുമ്പിലുള്ള ഹോക്കി സ്റ്റേഡിയത്തിലൂടെ രാവിലെ നടക്കാൻ പോയപ്പോൾ സ്ഥിരമായി അവിടെ നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വെള്ള ഷർട്ടും വെള്ള ടീഷർട്ടും വെള്ള ട്രൗസറും വെള്ള സോക്സും ഷൂസും ഒക്കെ ധരിച്ചുള്ള ഒരു സാത്വികനായ ഒരു മനുഷ്യൻ, ആളുകളൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഞാൻ പിന്നാലെ നടക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വന്നു കുവൈത്ത് എന്നൊരു വാക്കാണ്. പിന്നെ ഞാൻ പിന്നാലെ നടന്നപ്പോൾ ഇയാൾ കുവൈത്തിൽ നിന്ന് തിരിച്ചു വന്ന ആ അനുഭവം സുഹൃത്തിനോട് വിവരിക്കുകയാണ്. അപ്പം ഞാൻ മെല്ലെ ഹെൽപ്പ് ചെയ്തു, കൂടെ തന്നെ നടന്നു. ഒരു 5-6 തവണ ചുറ്റുമ്പോഴേക്കും എനിക്ക് കിട്ടാനുള്ള സാധനങ്ങൾ കിട്ടി. ഞാൻ തൊട്ടപ്പുറം സംഗീതനാടക അക്കാദമിയിൽ സാധാരണ നടന്നു വന്ന കാലുകഴുകാൻ കണക്കാതെ അപ്പം തന്നെ ഈ അധ്യായം എഴുതി. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് നല്ലൊരു നോവലായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ അന്ന് ദേശാഭിമാനിയുടെ പത്രാധിപരായ ദാസ്മാഷിക്ക് ഞാൻ ഒരു കത്തെഴുതി. ഞാനിങ്ങനെ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, മാഷാണെന്ന് പണ്ടേ എന്നോട് നോവൽ എഴുതാൻ പറ്റും, അയച്ചു കൊടുക്കണം. നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുള്ളത് പെട്ടെന്ന് അയച്ചോളൂ പറഞ്ഞു. അങ്ങനെ ഞാനത് അയക്കാൻ വേണ്ടിയിട്ട് പകുതി എഴുതാൻ തുടങ്ങിയപ്പോൾ മാഷ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മാഷിനെ തിരിച്ചു കൊടുത്ത്, ഇവിടെ നീ അത് അയക്കേണ്ടത്, ഇവിടെ 2 മുഹമ്മദ്മാരുണ്ട്, ബോയ മുഹമ്മദും പിന്നെന്തോ ഒരു മുഹമ്മദാണ്, ഷിബു മുഹമ്മദ്, അങ്ങനെ 2 മുഹമ്മദ്മാരുണ്ട്. എന്നോടൊത്ത് നിൽക്കുന്നു. 2 ആളും നിർബന്ധമായിട്ട് എൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞു. കണ്ണൂരുള്ള ഒരു പയ്യന്നൂരിൽ നിന്ന് വരുന്ന എതിർദിശ മാസികക്കാർ എന്നോട് ഈ വിവരം അറിഞ്ഞിട്ട് അത് തരുമെന്ന് ചോദിച്ചു. ഞാൻ അയച്ചു കൊടുത്തിട്ട് 2 ലക്കം വന്നപ്പോൾ തന്നെ കൈരളി ബുക്സിൻ്റെ അന്നത്തെ എഡിറ്റർ തന്നെ വിളിച്ചു പറഞ്ഞു, ഈ പുസ്തകം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കണം, കൈരളി പ്രസിദ്ധീകരിക്കണം, അതുകൊണ്ട് ഇങ്ങോട്ട് അയച്ചു തരണം. അത് നിങ്ങൾ നോവൽ കുറച്ചായിട്ട് വന്നോട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. എതിർദിശ 2 ലക്കം കഴിഞ്ഞപ്പോൾ ഒന്ന് നിന്നുപോയതുകൊണ്ട് ഞാൻ പിന്നെ ആ പകുതി എഴുതുന്ന അയച്ചു. അതിന് പകരം കൈരളിക്ക് ഇത് അയച്ചു കൊടുത്തു. കൈരളി അത് പ്രസിദ്ധീകരിക്കാതെ 2 വർഷം അവിടെ തന്നെ വെച്ചു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവസാനം ഞാൻ തിരിച്ചു വാങ്ങിച്ചപ്പോൾ അതിന് അവിടുത്തെ പ്രൂഫ് റീഡർ ഇതിൻ്റെ മേലെ, പണ്ട് ഞാൻ അധ്യാപക പ്രസ്ഥാനത്തിന് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു ചോട്ടാ നേതാവാണ്. അദ്ദേഹമാണ് ഈ പ്രൂഫ് റീഡർ. അദ്ദേഹം അതിനകത്ത് ഒരു എന്ത് പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ല എന്ന രീതിയിലൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ശരി, അത് ഞാൻ തിരിച്ചു വാങ്ങി. കുറേ ബഹളമൊക്കെ വെച്ചിട്ടാണ് തിരിച്ചു വാങ്ങിയത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഗ്രീൻ ബുക്സിന് കൊടുത്തപ്പോൾ ഗ്രീൻ ബുക്സുകാർ അത് പറഞ്ഞ് ഞങ്ങളിത് വായിച്ചു നോക്കണം, ഒരു പത്രാധിപ സമിതിയുണ്ട്, ഇത് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ഇത് പ്രസിദ്ധീകരിക്കുള്ളൂ, അതുകൊണ്ട് സാറ് അയച്ചു തരും, നോക്കാൻ പറ്റും. ഞാൻ അയച്ചു കൊടുത്തപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് ആ നോവൽ ഞങ്ങൾ വായിച്ചു, സാറ് അക്കാദമി സെക്രട്ടറി ആയതുകൊണ്ട് നോവൽ എഴുതുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല, പക്ഷേ ഇത് നല്ല നോവലാണ്, ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് സാറ് പണം നടക്കേണ്ട, ഞങ്ങൾ തന്നെ പണം ഇറക്കിയിട്ട് പ്രസിദ്ധീകരിച്ചോളാം. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അവരും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചിലപ്പോൾ ആൾക്കാർ ഞാൻ എൻ്റെ സാഹിത്യകാരനല്ലാതായ കഥ എന്ന പരിദൂഷണ സാഹിത്യകൃതിയിൽ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ പുസ്തകം ഞാൻ നോവൽ എഴുതിയാലും കഥ എഴുതിയാലൊന്നും വായിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവത്തോ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം അവിടെ അധികം വിറ്റഴിയാതുകൊണ്ടോ അവരത് ശ്രദ്ധിച്ചില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. എപ്പോഴോ ഒരിക്കലും തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അടിക്കാൻ അവരും താല്പര്യപ്പെട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. ചിന്താ പബ്ലിഷേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഒരു നോവലുണ്ട് അയക്കട്ടെ ചോദിച്ചപ്പോൾ അവർ മിണ്ടിയില്ല. NBS ഞാൻ 10 ഷെയർ എടുക്കുന്ന ഒരു സ്ഥാപനമാണ്. NBSനോട് അയച്ചപ്പോൾ അവരും പറഞ്ഞു അവർ താങ്കളുടെ നോവൽ പ്രസിദ്ധീകരിക്കാൻ നിർവാഹമില്ല എന്നെനിക്ക് കത്തയച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് പറയണം കത്തയച്ചത്, പക്ഷേ കത്തയച്ചത് അയാളുടെ പേരിലല്ല, പാവം BVK പനയാലിൻ്റെ പേരിലാണ്. പനയാൽ അറിഞ്ഞിട്ട് പോലുമില്ല. എന്തായാലും അത് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് കന്നഡയിൽ എൻ്റെ കഥകളൊക്കെ, കുറേ കഥകൾ, 3-4 കഥകളൊക്കെ വിവർത്തനം ചെയ്ത ഒരു KK ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയൊരു മനുഷ്യൻ.
അദ്ദേഹം എന്നോട് പ്രകാരൻ്റെ നോവൽ വല്ലതും ഒന്ന് അയച്ചു തരണം. ഞാൻ അയച്ചു കൊടുത്തു. പുള്ളി അത് പിന്നെ കന്നഡയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അത് അവിടെ പ്രസിദ്ധീകരിക്കാനൊക്കെ ഉള്ള സാഹചര്യം. അതായത് അവിടെയുള്ള ആളുകൾ വായിക്കുകയും നല്ലതാണെന്ന് പറയുകയും ചെയ്തെന്ന് അദ്ദേഹം പിന്നെ എന്നോട് പറയുകയുണ്ടായി. എന്തായാലും പിന്നെ അവിടെ നല്ല റീഡബിലിറ്റി കിട്ടിയെന്നും അവർ നന്നായിട്ട് പുസ്തകം വിറ്റഴിക്കുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെന്താ വെച്ചാൽ പ്രസിദ്ധീകരിക്കുന്ന അന്ന് തന്നെ ഇതിൻ്റെ റോയൽറ്റി അയച്ചു തരുന്നുള്ളൊരു ദുശീലം പ്രവർത്തിക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ പുസ്തകം അയച്ചു തന്നു. അതിൻ്റെ റോയൽറ്റി അയച്ചു തന്നു ഞാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ തന്നെ MD ആയ ഒരു പുസ്തകശാല ഇതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. ആ പുസ്തകമാണ് ഇപ്പോൾ നമ്മൾ കയ്യിലുള്ളത്. എന്തായാലും ഈ നോവൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മഹത്തായ നോവൽ എന്നല്ല, എന്തായാലും നിങ്ങളിവിടെ പറഞ്ഞു കേട്ടപ്പോൾ കുറച്ച് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആലോചിക്കും ഒരു സീരീസ് ഒക്കെ ആക്കാൻ പറ്റും. ഞാൻ പഞ്ചായത്ത് പോലുള്ള ഒരു പിന്നെ സീരീസ് ആക്കാൻ പറ്റിയ ഒരു സാധനമാണിത് എന്നും പിന്നെ ഡോക്ടറൊക്കെ പറഞ്ഞതുപോലെ ഇത് സൈക്കോളജിക്കലായ ഒരു ചില കാര്യങ്ങളുണ്ട്. വിനയനും പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഇതിൽ കുറേ സാധ്യതകളുണ്ട്. ഞാൻ എഴുതുമ്പോഴുള്ളൊരു കുഴപ്പം ഞാൻ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഒറ്റയിരിക്കും വായിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. അത് ഈ നോവലിൻ്റെയും എൻ്റെ മറ്റു പുസ്തകങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേകതയാണ്. ഒറ്റയിരിക്കും വായിച്ചു തീർക്കാൻ പറ്റുന്നതാണ് എഴുതുക. ഇതിനൊരു ബൃഹത് നോവലാക്കി മാറ്റാൻ പറ്റുന്ന ഒന്നായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. വേണമെങ്കിൽ ഒരു 1000-400 പേജുള്ള ഒരു പുസ്തകമാക്കി മാറ്റാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇനിയും ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ റീഡബിലിറ്റിക്ക് അത് തടസ്സം ആവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എഴുതുമ്പോൾ അതെല്ലാം ചുരുങ്ങിപ്പോകുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചുരുങ്ങിപ്പോയത്. ഞാൻ അങ്ങോട്ട് മാറ്റി വേറെ നോവലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ചില കത്തുകളെ നോവലാക്കാൻ സാധ്യതയുള്ള 2-3 കത്തുകളുണ്ട്. അതിനെയൊക്കെ നോവലാക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 5 നോവലുകളൊക്കെ ഞാൻ എഴുതാൻ സാധ്യതയുണ്ട്. ആരോഗ്യമുണ്ടാവും എനിക്കറിയില്ല. പക്ഷേ മടിയാണെങ്കിൽ ഭയങ്കര മടിയാണ്. ഞാനത് എഴുതാൻ ശ്രമിക്കുന്നത്. ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് 60 കൊല്ലമായി ഞാൻ എഴുതാൻ പുറപ്പെട്ടു. 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കഥ എഴുതിയത്. പിന്നെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്നത് അതൊക്കെ എൻ്റെ പുസ്തകത്തിലുണ്ട്. അത് 16-ാം വയസ്സിലാണ്, 15-ാം വയസ്സിൽ 14-ാം വയസ്സിലാണ് ആദ്യത്തെ കഥ അച്ചടിച്ചു വരുന്നത്. അപ്പോൾ തന്നെ ഒരു 50 വർഷത്തിലധികമായിട്ട് അച്ചടിച്ച കഥകളും 60 വർഷമായിട്ട് അച്ചടിക്കാത്ത കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ട് ഇത്രയും കാലത്തിനിടയിൽ എൻ്റെ പുസ്തകത്തെ പറ്റി ചർച്ച നടക്കുന്നത് കഴിഞ്ഞ 2 മാസം മുമ്പാണ്. ആദ്യമായിട്ട് കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് പുസ്തകം ചർച്ച ചെയ്ത് ആദ്യമായിട്ടുള്ള ചർച്ചയാണ്. രണ്ടാമത്തെ ചർച്ചയാണ് കോരിച്ചൊരിയുന്ന മഴയും ഒരല്പം വെയിലുള്ള ഈ ദിവസം ഒരു ചർച്ച നടത്തിയത്. അതിൽ പങ്കെടുത്ത എല്ലാവരോടും നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഇത് ഭാവിയിൽ എഴുതാൻ പ്രയോജനമാകട്ടെ. നേരത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല പ്രയോജനം കിട്ടുമായിരുന്നു. അത് ഇപ്പോഴാണ് ഈ വയസ്സുകാലത്താണ് എനിക്ക് പ്രചോദനം ആകുന്നത്. ഞാൻ എന്തായാലും എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയും എഴുതും. നമ്മുടെ നോവൽ ചർച്ച ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ നോവലിൻ്റെ ശീർഷകം ഒരുപക്ഷെ ഒരു മുൻവിധി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പലരും വായിച്ചിട്ടില്ല, ഭാഗ്യം. അതുകൊണ്ട് ഇതിൻ്റെ മൂല്യനിർണ്ണയത്തിന് ശരിക്കും പോയില്ല. പകരം വസൂരി രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ അധികം ചർച്ച ചെയ്തത്. പിന്നെ ഡയസ്പോറ എന്നുള്ള വാക്ക് ബൈബിളിൻ്റെ സംഭാവനയാണ്. അത് വാസ്തവം അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിലൊക്കെ സാഹിത്യത്തിൽ വന്നതാണ് ആ വാക്ക്. കാരണം 20-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും ഉത്തരാർദ്ധം എന്നൊക്കെ പറയുന്നത് പ്രവാസികളുടെ നൂറ്റാണ്ടുകളാണ്. അങ്ങനെയാണ് അത് സാഹിത്യത്തിൽ പ്രബലമായത്. ഇവിടെ പലായനം എന്ന വാക്ക് തന്നെ തെറ്റിച്ചിട്ട് നമ്മൾ മലയാളിയോട് ചോദിക്കുക. എഴുത്തുകാർ പോലും പാലായനം എന്നേ പറയുള്ളൂ. പ്രവാസം എന്ന വാക്ക് ഞാൻ ഇപ്പോൾ ആലോചിക്കുക. അബുദാബിയിൽ പണ്ടൊരു മാസിക തുടങ്ങാൻ ആലോചിച്ചപ്പോഴേ കൃഷ്ണദാസ് വത്സൻ ഗ്രീൻ ബുക്സിൻ്റെ കൃഷ്ണദാസേട്ടനൊക്കെ ഉള്ള കാലത്ത് കൃഷ്ണദാസേട്ടനാണ് പറഞ്ഞത് നമുക്ക് ഈ ഡയസ്പൊറയുടെ ഒരു മലയാളം പദം കിട്ടണം. അങ്ങനെ പുല്ലാര ഗോപിനാഥൻ പുല്ലാര സംഭാവന ചെയ്ത വാക്കാണ് പ്രവാസം എന്ന വാക്ക്. ഇതിന് പ്രവാസി എന്ന വാക്ക് കൊടുത്തു. അങ്ങനെയാണ് ആ മാസിക ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്, അബുദാബി ആ മാസിക. പിന്നീടാണ് മലയാളത്തിൽ ഈ വാക്ക്, പിന്നീട് അതിനു മുമ്പ് വാക്ക് മലയാളത്തിൽ ഉണ്ടെങ്കിലും ഉപയോഗിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇത് പ്രവാസി എന്ന വാക്ക് നമ്മൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പലായനം എന്ന വാക്ക്, പലായനം എന്ന വാക്ക് ഇന്ന് എത്ര തവണ ആളുകൾ പറഞ്ഞിട്ട് തെറ്റിയിട്ട് തെറ്റാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചർച്ചാ സത്യത്തിൽ
നോവലിന്റെ മൂല്യനിർണ്ണയത്തിലേക്ക് പോയിട്ടില്ല. നോവലിന്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നോവൽ വായിക്കാതെയും മൂല്യനിർണ്ണയം സാധ്യമാവുന്ന രീതിക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള സന്തോഷമുണ്ട്. അതിനപ്പുറം പി ജി അനുസ്മരിച്ചൊരു വേദി എന്നുള്ള നിലയ്ക്ക് പി ജി നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ. കാരണം ഈ വായനയുടെ പി ജി വായനക്കൂട്ടം നമ്മുടെ കൂടെയുണ്ട്. ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ മണപ്പുറത്ത് നടന്നു പോരുന്നുണ്ട്. നമ്മുടെ യൂണിറ്റ് ഭംഗിയായി നടത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ പി ജിയുടെ ജന്മശതാബ്ദി ആചരണത്തിൻ്റെ ഒരു തുടക്കമായിട്ട് കൂടി ഇതിനെ ഞാൻ കാണുകയാണ്. മേഖല വളരെ ഗംഭീരമായിട്ട് ആ പരിപാടിയോടെ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഉക്കാസയുടെ നാട്യ മേഖല അതിനൊരു നിമിത്തമായി ഇത് മാറി എന്നുള്ള സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പിരിയും. അതെ, പ്രസാദ് ഈ വിവരണാത്മക വിമർശനത്തിന് ഒരു പരിമിതിയില്ല. എന്താ വെച്ചാൽ ചിലപ്പോൾ ബോറടിപ്പിക്കും. പുസ്തകം വായിച്ചവർക്ക് ബോറടിക്കുള്ളൂ. ഇവിടെ പുസ്തകം വായിക്കാത്തവരാണ് നിരന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പ്രസാദ് മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ് സത്യം. പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല. അതിനത് ഗംഭീരമായി. അത് കഥ ഒന്നും വിട്ടുപോയില്ല. അതിന് സൂക്ഷ്മാംശങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ആളുകൾക്ക് അതിനെ പിടിച്ചിട്ടാണ് വിമർശനം മുഴുവൻ വന്നത്. മൂല്യനിർണ്ണയം നടന്നത് വായിക്കാതെയാണ്. അതങ്ങനെ തമാശയുണ്ട്. വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഇയാൾ ഇത്രയും യൂത്ത് നേതാവ് എന്നുള്ള രീതിയിൽ അയാൾക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റുമായിരുന്നു. അത് സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ കരിയറിസ്റ്റുകളാണെങ്കിൽ അത് ഏറ്റെടുക്കുക ചെയ്യാം. പക്ഷെ ഇയാൾ പോകാനുള്ളൊരു കാരണമുണ്ട്. ഇയാൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ പത്രങ്ങളിലൊക്കെ വരും. ഇപ്പം ശ്രീദേവി അറിയരുത്, സുമിത്ര അറിയരുത്, തീർച്ചയായിട്ടും അയാളുടെ തകർന്ന ഉയരൊക്കെ കൂട്ടത്തോടു കൂടി ഇയാൾ അന്വേഷിച്ചു വരും. അതാണ് വിഷയം. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. മലയാളത്തിൽ വസൂരി എഴുതിയിട്ടുള്ള പുനത്തിൽ കുഞ്ഞബ്ദുല്ലേട്ടാ. പുനത്തിൻ്റെ നോവല വസൂരി. ഇന്നത്തെ ചർച്ചയിലൊന്നും നേരത്തെ ആരൊക്കെ ഇതിനെപ്പറ്റി എഴുതി അറിയിച്ചവർ ചില ആൾക്കാരൊക്കെ വായിച്ചിട്ട് പറഞ്ഞത് ചെറിയ കുറിപ്പൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് എൻ്റെ കഥ എന്ന രീതിയിലാണ്. നിങ്ങളുടെ കഥ വായിച്ച് നിങ്ങളുടെ അപ്പോൾ ഞാൻ വിനയനാണ് പിന്നെ ആദ്യത്തെ നിരൂപണം എൻ്റെ ഏതെങ്കിലും ഇന്ത്യയെ പറ്റിയുള്ള ആദ്യത്തെ നിരൂപണം വരുന്നത് വിനയനാണ്. പിന്നെ അവരൊക്കെ ചെറിയ ചെറിയ കൃഷ്ണനാരും എൻ പ്രഭാകരൻ അതുപോലെ ടി എൻ ജയന്ദ്രനാഥ് ചെറിയ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വിനയൻ പറയുന്നത് ഞാനല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത്. അത് വിനയനെ എന്നെ അറിയുന്നത്. എന്നെ അറിയാത്തവരോ അല്ലെങ്കിൽ അല്ലാത്തവരോ വിചാരിക്കുന്നത് എൻ്റെ കഥയാണ്. യഥാർത്ഥത്തിൽ ഞാനല്ല, ഞാനവിടെ ഇടയ്ക്ക് ആത്മാംശം കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഞാനല്ല. അപ്പോൾ അങ്ങനെ മാറി നിന്നിട്ട് മറ്റൊരാളുടെ കഥ എഴുതാൻ പറ്റിയത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഈ ഒരു വരി കൂടി പറയാം. പലായനം പറയാൻ ഞാൻ പലായനം നടത്തിയ ഒരാളാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, അയാൾ വലിയ പദവിയിലൊക്കെയുള്ള ഒരാളാണ്. അയാളും ഞാനും ഒരുമിച്ച് പ്രൈവറ്റായിട്ട് പഠിക്കാൻ, അയാൾ ഒരുമിച്ച് സാഹിത്യരചന നടത്താനും പാർട്ടി പ്രവർത്തനം നടത്താനും ഒക്കെ ഇറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അയാളാണ് എൻ്റെ ആത്മകഥയുടെ സമാഹാരം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പാര എന്നാണ് അതിൻ്റെ പേര് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പാര അയാളായിട്ട് മാറിയ ഒരു സമയത്ത് അയാൾ ഒരു എന്നോട് പറഞ്ഞു, നീ പ്രൈവറ്റായിട്ട് പഠിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല. ഞാനന്ന് 10ാം ക്ലാസ്സും മുസ്ലിം LP സ്കൂൾ മാഷുമാണ്. നീ പ്രൈവറ്റായിട്ട് പഠിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല. പാർട്ടിയിൽ നിനക്ക് ആരും ആകാൻ കഴിയില്ല. ഒരു സാഹിത്യകാരൻ നിനക്ക് ഇപ്പോൾ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പിന്നെ നീ എന്തിനാ എന്നെ വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് ശക്തനായ അദ്ദേഹവുമായി മത്സരിക്കാൻ വയ്യ എന്ന് കരുതിയിട്ട് ഞാൻ ബ്രണ്ണൻ കോളേജിൽ പോയിട്ട് MAക്ക് ചേരുന്നതും എൻ്റെ ജീവിതമാകെ മാറി മറിയുന്നത്. എനിക്ക് ആദ്യമായി പല രോഗങ്ങളൊക്കെ വരുന്നതിന് ശേഷമാണ്. എന്നാലും ഞാനൊരു മാറ്റം ഉണ്ടാകുന്ന ഈ ഒരു പലായനത്തിന് ശേഷമാണ്. എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്ത് കൊല്ലത്തും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്തു. അവസാനം റിട്ടയർ ചെയ്തപ്പോൾ വീണ്ടും ഒരു പലായനം നടത്തി ഞാൻ തൃശ്ശൂരിലേക്ക് താമസം മാറ്റി. പലായനത്തിൻ്റെ കാര്യത്തിൽ ഞാനും ഈ കഥാപാത്രം ഏതാണ്ട് ഒരേപോലെ തന്നെ. കഴിഞ്ഞില്ലേ ക്ലോസ് ചെയ്തില്ലേ?